അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരു പ്രത്യേക വിഷയത്തെ സംബന്ധിച്ചിടത്ത് ഇവിടെ ഇത്തരമൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആനുകാലിക വിഷയങ്ങളെ എങ്ങനെയായിരിക്കണം നമ്മളെല്ലാവരും നോക്കിക്കാണേണ്ടത് എന്ന ഒരു ബോധ്യം ഉണ്ടാവുക എന്നത് തന്നെയാണ് ഇത്തരം പ്രോഗ്രാമുകളുടെ എല്ലാം ലക്ഷ്യം. പൊതുവിൽ സമൂഹത്തിൽ എന്ത് ചർച്ചകൾ വരുമ്പോഴും രണ്ട് തരം ആളുകളുണ്ടാവും. ഒരു വിഭാഗം ആളുകൾ സ്വാഭാവികമായും അതിനെയെല്ലാം വളരെ നിഷ്കളങ്കമായി, അതൊന്നും അത്ര തന്നെ ശ്രദ്ധിക്കാതെ, അതൊക്കെ ഒരു അലംഭാവത്തോടു കൂടി, നിസ്സംഗതയോടു കൂടി നോക്കിക്കാണുന്ന ആളുകളായിരിക്കും. മറുഭാഗത്ത് മറ്റൊരു വിഭാഗം ആളുകൾ അതീവ ഗൗരവത്തോടു കൂടി, കുറച്ചുകൂടി ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ട് കാര്യങ്ങളെ നോക്കിക്കാണും. ഈ രണ്ട് വിഭാഗം ആളുകളും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ സമൂഹത്തിൽ എല്ലാ കാലഘട്ടത്തിലും നടന്നിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ നവോത്ഥാന ചരിത്രങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു കാലഘട്ടത്തിൽ മുസ്ലിം സമുദായം അവരെ നവോത്ഥാനത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ എല്ലാ മുൻഗാമികളായിട്ടുള്ള പണ്ഡിത വര്യർ അവരെത്രത്തോളം അധ്വാനിച്ചു, അവരെത്രത്തോളം അത്തരം കാര്യങ്ങളിൽ ജനങ്ങളുമായി ഇടപെട്ടു എന്നതെല്ലാം അതിൻ്റെ ഒരു നേർസാക്ഷ്യമാണ്. അവിടെയാണ് യഥാർത്ഥത്തിൽ പുതിയ കാലത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മാറി മാറി വരുന്ന വ്യത്യസ്തമായ വാർത്തകൾ. നമ്മൾ പൊതുവിൽ ഈ കാലഘട്ടത്തെ വിളിക്കാറുള്ളത് സത്യാനന്തര കാലമെന്നാണ്, പോസ്റ്റ് ട്രൂത്ത് എറ. സത്യാനന്തര കാലം എന്ന ഈ കാലഘട്ടത്തിൻ്റെ അടിസ്ഥാന പ്രത്യേകതയായിക്കൊണ്ട് ഇന്ന് നമുക്ക് വായിക്കാൻ പറ്റുന്ന ഒരു വാർത്ത, അത് ഏത് കാര്യങ്ങളും അത് നമ്മൾ പോലും ചിന്തിക്കുന്നതിനേക്കാൾ വേഗത്തിൽ, എത്രത്തോളം വെച്ച് കഴിഞ്ഞാൽ സത്യം ചെരുപ്പിടുമ്പോഴേക്കിനും നുണ ലോകം ചുറ്റുമെന്നാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. അത്രയും വേഗത്തിൽ ഇത്തരം കാര്യങ്ങളെല്ലാം പ്രചരിക്കുമ്പോൾ അതിനിടയിൽ കൃത്യമായ സത്യങ്ങളെ, യാഥാർത്ഥ്യങ്ങളെ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കുക എന്നത് ഏതൊരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ്. അവിടെയാണ് യഥാർത്ഥത്തിൽ പുതിയൊരു കാലത്ത് നമ്മളെ എല്ലാവരെയും ഏറെ ബാധിക്കുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇത്തരം ചർച്ചയ്ക്ക് ഒരുങ്ങുന്നത്. ഇവിടെ ആമുഖത്തിൽ ബഹുമാനപ്പെട്ട PN അബ്ദുൽ ലത്തീഫ് മദനി നമ്മളോട് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. ഒരുപക്ഷെ വളരെ നിസ്സാരമായി കാണുന്ന, അതൊരു സ്കൂളിലെ വിഷയമല്ലേ, അതൊരു ഡാൻസിൻ്റെ വിഷയമല്ലേ എന്നെല്ലാം പറഞ്ഞ് നിസ്സാരമായി കണ്ടിരുന്ന ഒരു കാര്യത്തെ ഇത്രത്തോളം ഗൗരവത്തിൽ നമ്മൾ എന്തിന് ചർച്ചയ്ക്കെടുക്കുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം, സർക്കാർ പുറത്തുവിട്ട കണക്ക് പ്രകാരം കേരളത്തിലെ പൊതുവിദ്യാലയത്തിൽ നമ്മുടെ മക്കളടക്കം പഠിക്കുന്ന എണ്ണം എന്ന് പറയുന്നത് 60 ലക്ഷത്തോളം മക്കളാണ്, 60 ലക്ഷത്തോളം കുട്ടികൾ. ഏകദേശം 2.5 ലക്ഷത്തോളം അധ്യാപകർ പൊതുവിദ്യാലയങ്ങളിൽ സ്റ്റാഫുകളായിട്ടുണ്ട്. അതിന് പുറമെയാണ് നോൺ ടീച്ചിങ് സ്റ്റാഫുകളായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും വലിയൊരു കമ്മ്യൂണിറ്റി, അത്രയും വലിയൊരു ആളുകളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് നടത്തപ്പെടേണ്ട പരിഷ്കരണങ്ങളുടെ, അതുമായി ബന്ധപ്പെട്ട നടപടികളുടെ എല്ലാം ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച, ഒരു ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ജംബോ ആണോ ജുംബയാണോ എന്നെല്ലാം സംശയം പ്രകടിപ്പിക്കുന്നു. തൊട്ടടുത്ത ദിവസം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി സൂംബ നടപ്പിലാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു എന്ന് പറയുന്നു. ഒരാഴ്ച കഴിയുമ്പോഴേക്കിനും സർക്കാർ സ്കൂളിലെ തിരഞ്ഞെടുക്കപ്പെട്ട ടീച്ചേഴ്സ്, താല്പര്യമുള്ള ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കാൻ ആരംഭിക്കുന്നു. കുറച്ച് ദിവസങ്ങൾ കൂടി കഴിയുമ്പോഴേക്കിനും അത് സ്കൂളുകളിലേക്ക് സർക്കുലറായി പുറത്തേക്ക് വരുന്നു. ഇത്തരത്തിലല്ല യഥാർത്ഥത്തിൽ ഏകദേശം 70 ലക്ഷത്തോളം ആളുകൾ അഡ്രസ്സ് ചെയ്യുന്ന ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടത്. അതുതന്നെയാണ് നമ്മുടെ വിയോജിപ്പിൻ്റെ ഏറ്റവും ആദ്യത്തെ അടിസ്ഥാനം. അവിടെയാണ് യഥാർത്ഥത്തിൽ സുംബ എന്ന് പറയുന്ന ഒരു നൃത്തവുമായി ബന്ധപ്പെട്ട്, ഒരു എക്സസൈസുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വിഷയമല്ല ഇത് എന്ന് നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നത്. നമ്മളിത് ഇന്ന് ആവർത്തിക്കാൻ തുടങ്ങിയതല്ല. ഇവിടെ ബാസിൽ ചില കാര്യങ്ങൾ സംസാരിച്ചു. നമ്മൾ ഏകദേശം 3 വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലെ ജെൻഡർ ന്യൂട്രൽ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വന്നിടത്ത് കൃത്യമായ പ്രതികരണങ്ങൾ അറിയിക്കുകയും അതിൻ്റെ ഗൗരവം സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു. എത്രത്തോളം എന്ന് വെച്ചാൽ ഈ കോഴിക്കോട് പരിസരത്തടക്കം നമ്മൾ ധൈഷണിക സംവാദങ്ങൾ ഇതുപോലെ സംഘടിപ്പിച്ച് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള തെരുവുകളിലൂടെയെല്ലാം ഈ ജെൻഡറിൻ്റെ സാമൂഹിക നിർമ്മിതി എന്ന ഒരു തെറ്റായ അജണ്ട അത് എങ്ങനെ സമൂഹത്തെ ബാധിക്കുമെന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ അന്നും യഥാർത്ഥത്തിൽ ഇതുപോലെയുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വന്നിരുന്നത്. അതുകൊണ്ട് നമുക്ക് വലിയ പുതുമയൊന്നും ഇത്തരം കാര്യങ്ങളിലൊന്നും ഇല്ല എന്നുള്ളതാണ് ആമുഖമായി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം. ഇവിടെയാണ് യഥാർത്ഥത്തിൽ
നമ്മളെ സംബന്ധിച്ചിടത്തോളം സുംബ എന്ന വിഷയം ചർച്ചയായി മുന്നോട്ട് വരുന്നൊരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് സുംബയെ നമ്മൾ ഒരു ചർച്ചയ്ക്കിട്ടു എന്ന വിഷയം നമ്മൾ പഠിക്കേണ്ടത്. അവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ഇവിടെ പലപ്പോഴും ഈ ന്യൂസ് റിപ്പോർട്ടർമാരൊക്കെ ഈ നമ്മുടെ മലയാള ചാനലുകളിലെ പ്രധാനപ്പെട്ട ന്യൂസ് റിപ്പോർട്ടർമാരൊക്കെ ഈ സുംബയുമായി ബന്ധപ്പെട്ട ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ അവർ അതിനെ വ്യാഖ്യാനിച്ചത് ഈ സുംബയും സാംബയും ഒന്നും മനസ്സിലാവാത്തൊരു വിഭാഗം ആളുകൾ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊന്നും വലിയ പരിജ്ഞാനമില്ലാത്ത ആളുകൾ, അതല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളൊന്നും അങ്ങനെ നോക്കിക്കാണാൻ കഴിയാത്ത ഈ മതത്തിൻ്റെ കണ്ണട വെച്ച് മാത്രം കാണുന്ന ആളുകൾ, അവരൊക്കെ നോക്കിക്കണ്ട ഒരു രീതിയുടെ പ്രശ്നമാണ് എന്ന് ചില ആളുകൾ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞു. നിങ്ങൾക്ക് കേരളത്തിൽ അറിയപ്പെടുന്നൊരു മാധ്യമ പ്രവർത്തകൻ ഈ വിഷയത്തെ കൈകാര്യം ചെയ്തത് എങ്ങനെയാണ് എന്ന് ഒന്ന് കേൾക്കാം. സൂംബ എന്നടിച്ചപ്പോൾ സാംബ എന്നായിപ്പോയാൽ അതിനകത്ത് വേണമെങ്കിൽ ഈ പറയുന്ന അല്പവസ്ത്രം കാണാൻ പറ്റും. കാര്യം അർജന്റീനയിലാണ് സാമ്പാ നൃത്തം ഉണ്ടാകുന്നത്. അർജന്റീനയിലെ സാമ്പാ നൃത്തം അവിടുത്തെ സോഷ്യലൈസ് ചെയ്തൊരു ഡാൻസ് ഫോമാണ്. വളരെ സാവധാനം ഒരു ഹാൻഡ് കർച്ചീഫ് കൊണ്ട് വളരെ സാവധാനം മനോഹരമായ സ്റ്റെപ്പുകളോട് കൂടി നമ്മൾ സാധാരണ ഫുട്ബോൾ മത്സരങ്ങളൊക്കെ കാണുന്ന സമയത്ത് ലാറ്റിൻ അമേരിക്കയിൽ സാമ്പയുടെ താളത്തിൽ നിന്നാണ് അത്ര മനോഹരമായിട്ടുള്ള മൃദു ചലനങ്ങളിലൂടെ വളരെ വേഗം ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ് സാമ്പാ നൃത്തത്തിൻ്റെ അഴകെന്ന് പറയുന്നത്. ആ അഴകും സംഗീതവും ലാറ്റിൻ അമേരിക്കയുടെ കൾച്ചറുമായി ബന്ധപ്പെട്ട ഒന്നാണ്. അപ്പോൾ സൂംബയ്ക്ക് പകരം സാമ്പ അടിച്ചു കൊടുത്താൽ അല്പവസ്ത്രധാരിയെ കാണും. ഇവിടെ അങ്ങനെയാണോ സംഭവിച്ചതെന്നാണ് ഞാൻ സംശയിക്കുന്നത്. അല്പവസ്ത്രം ഞാൻ കണ്ട ഒരു സൂംബ ഡാൻസിലും കേരളത്തിലാവട്ടെ മറ്റേതെങ്കിലും ഏഷ്യൻ രാജ്യങ്ങളിലാവട്ടെ സൂംബ പ്രാക്ടീസ് ചെയ്യുന്നതിനകത്ത് സാമ്പ പോലെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരിടവും ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ സൂംബയിൽ സൂ പോയി സാ ആകുമ്പോഴാണ് ഈ തെറ്റിദ്ധാരണ ഉണ്ടാവുന്നത് എന്നുള്ളതാണ് എനിക്ക് മതസംഘടനയിലെ നേതാക്കളോട് പറയാനുള്ളത്. ഇത് സാ അല്ല സൂ ആണ്. അപ്പോൾ അതാണ് വളരെ ആത്മാർത്ഥമായി അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചതാണ്. ഇവിടെ ചില കാര്യങ്ങൾ പറയാതെ വയ്യ. ഒരു സമൂഹത്തെ മുഴുവൻ കൃത്യമായി ഒരു തരത്തിൽ അരികവൽക്കരിക്കുന്ന, എത്രത്തോളം എന്ന് വെച്ചാൽ അവർ പരിജ്ഞാനമില്ലാത്തവരാണ് എന്ന് വരുത്തി തീർക്കുന്ന രൂപത്തിൽ വലിയൊരു വിഷയത്തെ ഉന്നയിക്കുന്ന ഘട്ടത്തിൽ പോലും കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകൻ അത്തരം വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതി അവർക്ക് സുംബയും സാമ്പയും മാറിപ്പോയതാണ്. നമുക്കൊന്നും മാറിയിട്ടില്ല. സുംബയും സാമ്പയും വ്യക്തമായി പഠിച്ചിട്ട് തന്നെയാണ് ഇത്തരം വിമർശനങ്ങൾ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾ നമ്മൾ മുന്നോട്ട് വെച്ചത്? പലപ്പോഴും ഇതിനൊക്കെ ആഖ്യാനിച്ച് മാറ്റിയത് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്ത് നന്മകൾ വന്നാലും തടയുന്ന ഭീകരർ, പ്രാകൃത മനുഷ്യർ, കുട്ടികളുടെ ഒരു ആസ്വാദനത്തെ പോലും തള്ളിക്കളഞ്ഞവർ, എത്ര നിസ്സാരമായിട്ട് അല്ലെങ്കിൽ എത്ര തീവ്ര രീതിയിലാണ് ഇത്തരം ആളുകളൊക്കെ ഇത്തരം കാര്യങ്ങൾ നോക്കിക്കാണുന്നത്. ഇവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ വിഷയത്തെ ഉന്നയിക്കുന്ന സ്ഥലത്ത് നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട ചില വസ്തുതകളുണ്ടായിരുന്നു. അതിലേറ്റവും ആദ്യത്തേത്, ഇത്തരം കാര്യങ്ങളെ സർക്കാർ സ്കൂളുകളിൽ നടപ്പിലാക്കുമ്പോൾ, പ്രത്യേകിച്ച് പൊതുവിദ്യാലയങ്ങളിൽ നടപ്പിലാക്കുമ്പോൾ അത് പൊതു ഇടങ്ങളിൽ പൊതുവിദ്യാലയത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും ഉൾക്കൊള്ളുന്നതായിരിക്കണം. അതായിരുന്നു നമ്മുടെ ഏറ്റവും ആദ്യത്തെ വാദം. ആ വാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ പിന്നീട് മുന്നോട്ട് വെച്ച കാര്യം, ഇവിടെ യഥാർത്ഥത്തിൽ നിലവിലുള്ള ഒരുപാട് സംവിധാനങ്ങളുടെ മേലെ കൂടെയാണ് ഇത്തരം കാര്യങ്ങളെ മുന്നോട്ട് വെക്കുന്നത്. കേരളത്തിൽ എല്ലാ പൊതുവിദ്യാലയങ്ങളിലും ആദ്യമായിട്ടല്ല കുട്ടികൾ വ്യായാമം ചെയ്യുന്നത്. ഇത്രയും കാലം ഇല്ലാത്ത സ്ട്രെസ്സ് 2024 മാത്രം കുട്ടികൾക്ക് പെട്ടെന്ന് ഉടലെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു സംവിധാനത്തെ, പരിഷ്കരണത്തെ മുന്നോട്ട് വെക്കുമ്പോൾ അതിന് കൃത്യമായ ഒരു ആശയ അടിത്തറ, അതിനൊരു സയൻറ്റിഫിക് ബാക്കിംഗ് വേണമെന്ന് നമ്മൾ കൃത്യമായും ആവശ്യപ്പെട്ടു. മാത്രമല്ല നമ്മൾ അതോടൊപ്പം തന്നെ ചോദിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു, ഇത് ആർക്ക് വേണ്ടിയാണ് നടപ്പിലാക്കുന്നത്? ഇവിടെ കേവലം പൊടുന്നനെയുള്ളൊരു ജംബോ സുംബയാവുന്ന പരിപാടിയാണെങ്കിൽ അവിടെ കൃത്യമായും ഇവിടെ വിദ്യാഭ്യാസ സംസ്കാരം എങ്ങനെ നിലവിൽ വന്നു എന്നുള്ളതും അതെങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കേണ്ട ഒരു പ്രാഥമിക നോളജ് യഥാർത്ഥത്തിൽ വേണമായിരുന്നു. പക്ഷെ അതുപോലും ഇല്ലാതെയാണ് യഥാർത്ഥത്തിൽ ഇത്തരം ഒരു കാര്യത്തെ സ്കൂളുകളിലേക്ക് സർക്കുലറായി വന്നത്. എങ്ങനെയാണ് സർക്കുലറായി വന്നത്? സൂംബ സ്കൂളിലെ മുഴുവൻ കുട്ടികളും ആചരിക്കണം. അങ്ങനെ തന്നെയാണ് വന്നത്. മുഴുവൻ കുട്ടികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ആ സർക്കുലർ വന്നത്. ആ സർക്കുലർ വീണ്ടും വീണ്ടും വായിച്ചാൽ നമുക്ക് വ്യക്തമായി മനസ്സിലാവുന്നുണ്ട് അത് നടപ്പിലാക്കണം. നടപ്പിലാക്കുന്നത് ബന്ധപ്പെട്ട ഉന്നത ഓഫീസർമാർ നടപ്പിലാക്കിയെന്ന് ഉറപ്പുവരുത്തുകയും വേണം. അങ്ങനെ ഉറപ്പുവരുത്തുന്ന ഒരു കാര്യത്തെ മാത്രമല്ല, ഒരു PT പീരീഡിൽ ഒരുപാട് കളികൾക്കിടയിൽ ഒരു കളി, അങ്ങനെയൊന്നുമല്ല. സ്കൂളിൽ മാസ് ഡ്രില്ല് പോലെ എല്ലാ കുട്ടികളെയും ലഹരി വിരുദ്ധ ദിനത്തിൽ ഒന്നിച്ചു കൂട്ടി നടത്തണമെന്നാണ് പറഞ്ഞത്. അവിടെ കൃത്യമായ വിയോജിപ്പ്, എതിർപ്പ് നമ്മൾ അറിയിക്കുന്നു. അങ്ങനെ അറിയിക്കുന്ന ഘട്ടത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ മുന്നോട്ട് വരുന്നത്. അത്തരം അഭിപ്രായങ്ങൾ മുന്നോട്ട് വന്നപ്പോൾ നമ്മൾ അപ്പോൾ തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞു. ഇത് നമ്മൾ ജെൻഡർ ന്യൂട്രാലിറ്റി മുന്നോട്ട് വെച്ചതുപോലെ തന്നെ വിഷയത്തെ മാറ്റിക്കൊണ്ടുപോവുകയാണ്. അല്പവസ്ത്രം, കൂടിക്കലരൽ, തുള്ളിച്ചാടൽ, ഇതൊക്കെയാണ് അവർ ആ പോസ്റ്റിൽ മുഴുവൻ കണ്ടത്. പക്ഷെ നമ്മൾ അന്നും വ്യക്തമായി പറഞ്ഞു, ഇത് അതിൻ്റെ വിഷയമല്ല. അവിടെ പരാമർശിച്ച ഓരോ വിഷയങ്ങളിലും യഥാർത്ഥത്തിൽ ഇവിടെ സാംസ്കാരികമായി ഈ സമൂഹത്തെ ഒരു ജീർണതയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഭാഗമുണ്ട്.
അത് എന്താണ് എന്നാണ് അവർക്ക് മനസ്സിലാവാത്തത്. അത് നമുക്ക് ഇന്ന് മനസ്സിലാക്കി കൊടുക്കണം. അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ പറയുന്നത് ജെൻഡർ ന്യൂട്രാലിറ്റിയുമായി ബന്ധപ്പെട്ട് ഇത്തരം ചർച്ചകൾ വന്ന സമയത്ത് എന്തായിരുന്നു ഇത്തരം ആളുകളുടെ കാഴ്ചപ്പാട്, അവരെങ്ങനെയാണ് ഇതിനെ നോക്കിക്കണ്ടത്? 2 വർഷം മുമ്പത്തെ കാര്യമാണല്ലോ, ഒരുപാട് വർഷം മുൻപത്തൊന്നും അല്ലല്ലോ. അന്ന് ചാനൽ ചർച്ചകളിൽ ഇതേ വിഷയത്തെ അഭിമുഖീകരിക്കാൻ വേണ്ടി നമ്മുടെ പ്രതിനിധികൾ പോയപ്പോൾ അവരുടെ ഒരു പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം. ആശങ്കയാണ് ഡോക്ടർ അബ്ദുള്ള ബാസിൽ താങ്കൾ പറയുന്നത് ശാസ്ത്രീയമായിട്ടാണെന്നാണ് താങ്കൾ ചില പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു എന്നൊക്കെ പറയുന്നു. കേരളത്തെ സംബന്ധിച്ച്, കേരളത്തിലെ സ്കൂളുകളെ സംബന്ധിച്ച് ഇതെങ്ങനെയാണ് ഈ ചർച്ച ഉരുത്തിരിഞ്ഞെന്നൊക്കെ നമുക്കറിയാവുന്നതാണ്. പെൺകുട്ടികൾ സ്വതന്ത്രമായി ഒന്ന് പാൻസ് ഇട്ട് നടക്കാൻ പറ്റുന്നു എന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോഴേക്കും എന്തൊരു വലിയ ആശങ്കയാണ് നിങ്ങളെയൊക്കെ ഭരിക്കുന്നത്. അത്ഭുതം തോന്നുകയാണ്. അല്ല, താങ്കളുടെ ഒരു വാദമായി ഞാൻ അംഗീകരിക്കുകയാണ്. ഓക്കെ, എന്തൊരു വലിയ ആശങ്കയാണ് നിങ്ങൾ മുന്നോട്ട് വെച്ചെന്നാണ് ചോദിച്ചത്. എത്ര നിസ്സാരമായിട്ട് ആ സ്ത്രീ അത് പറഞ്ഞതല്ലേ. ഒരു വലിയൊരു വിഷയത്തെ നോക്കിക്കാണാൻ വേണ്ടി ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ അവരുടെ ഏറ്റവും എളുപ്പമുള്ള പരിപാടി എന്താണെന്നറിയോ? നിങ്ങൾ സ്ത്രീകൾ അടിച്ചമർത്തുന്ന വിഭാഗമാണ്, നിങ്ങൾ പ്രാകൃതമായൊരു മതത്തെ കൊണ്ടുപിടിക്കുന്ന ആളുകളാണ്, നിങ്ങൾ താലിബാനികളാണ്. ഇങ്ങനെയുള്ള ചില ചാപ്പകളൊക്കെ ഉണ്ട് കുത്തി ഏറ്റവും അവസാനം പറയും നിങ്ങൾക്ക് എന്തിനാ ഇത്ര ആശങ്ക, ഇവിടുത്തെ കുട്ടികൾക്കില്ലാത്ത ആശങ്ക എന്നാണ് അന്ന് അത്തരം ആളുകൾ ചോദിച്ചത്. അന്ന് കൃത്യമായി ഇന്ന് ഈ വിഷയത്തെ നമ്മൾ എങ്ങനെയാണോ ബോധ്യപ്പെടുത്തിയത് അതുപോലെ നമ്മുടെ ഓരോ നേതാക്കളും വ്യക്തമായും ഇത്തരം കാര്യങ്ങളെ ബോധ്യപ്പെടുത്തി. നിങ്ങൾക്ക് ചില യൂട്യൂബ് ചാനലിലെ നമ്മൾ പുറത്തുവിട്ട ചില വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരുപാട് വ്യത്യസ്തമായ പ്രോഗ്രാമുകളിലൂടെ ഇത് എങ്ങനെയാണ് ജനങ്ങളെ ബാധിക്കുന്നത്, ഇതെങ്ങനെയാണ് നമ്മുടെ മക്കളെ ബാധിക്കുന്നത്, ഓരോ ഘട്ടത്തിലും നമ്മൾ കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ അന്ന് അവർ പറയാത്തൊരു വർത്തമാനം ഇന്ന് സൂംബയെക്കുറിച്ച് അവർ പറഞ്ഞു. അതെന്താണെന്നറിയോ? പലപ്പോഴും ഇത്തരം കാര്യങ്ങളെയൊക്കെ പറയുമ്പോൾ നമ്മൾ പറയും ഇതിന് പിന്നിലൊരു അജണ്ടയുണ്ട്, ഇതിന് പിന്നിലൊരു ലക്ഷ്യമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവർ ചോദിക്കുക പാൻ്റ് ഇടുന്നതിന് പ്രശ്നം, ഡാൻസ് കളിക്കുന്നതിന് പ്രശ്നം. പക്ഷേ CPM-ന്റെ ഒരു നേതാവ് തന്നെ ഇത്തരം കാര്യങ്ങളെ മുന്നോട്ട് വെക്കുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞൊരു വർത്തമാനം നിങ്ങൾക്ക് കേൾക്കാം. അതെല്ലാം കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തോടെയാണ്. അത് പൊതുവിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നേട്ടങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ടാണ്. സമൂഹത്തിൽ മദ്യത്തിനും മയക്കുമരുന്നിനും ഇത്തരത്തിൽ അരാജക പ്രവണതകൾക്കെതിരെ സമൂഹത്തെ യുദ്ധസജ്ജരാക്കാൻ വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങളെ പിന്നോട്ടടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ പ്രത്യേക ലക്ഷ്യം വെച്ചിട്ടാണ്. ആ പ്രത്യേക ലക്ഷ്യം ഇവിടെ വേവാൻ പോകുന്നില്ല. അതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്. ഓക്കെ, ഒരു പ്രത്യേക ലക്ഷ്യം വെച്ചിട്ടാണ്. എന്തായിരുന്നു ആ ലക്ഷ്യം? ലഹരി വിരുദ്ധതയുമായി ബന്ധപ്പെട്ടാണ് ആ ലക്ഷ്യം എന്നാണ്. ഇതാണ് നമ്മൾ പിന്നെയും ചോദിച്ചത്. ഇതിന് ലഹരിയുമായി എന്താണ് ബന്ധമുള്ളത്? ലഹരിയുമായി ബന്ധമുള്ളൊരു വിഷയമായിരുന്നുവെങ്കിൽ ഇത് എങ്ങനെയായിരുന്നു അഡ്രസ്സ് ചെയ്യേണ്ടിരുന്നത്? കേരളത്തിലെ മുഴുവൻ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും കുട്ടികൾക്കുമെല്ലാം കൺസേൺ ഉള്ളൊരു വിഷയത്തിൽ ലഹരിയുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനം സ്കൂളിൽ മൊത്തം നടപ്പിലാക്കുകയാണെങ്കിൽ അത് ഇങ്ങനെയായിരുന്നു നടപ്പിലാക്കേണ്ടത്. പക്ഷേ അപ്പോഴെല്ലാം അവർ പറഞ്ഞത് നിങ്ങൾക്ക് എന്താ ഈ ഡാൻസിൽ പ്രശ്നം, നിങ്ങൾക്കത് നടപ്പിലാക്കിയാൽ എന്താ പ്രശ്നം? അതേ വർത്തമാനം യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ സൂംബ വിഷയം വന്നപ്പോൾ ഇതേ മീഡിയ ചാനലിലെ പ്രവർത്തകർ തന്നെ പറയുന്നു. നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ. AO പോലും അയച്ചിട്ടുള്ള ലിങ്ക് ഏതാണെന്നുള്ളത് ഇത് ഞങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യാൻ പോയിട്ടില്ല. നിങ്ങൾ വീടുകളിൽ നിന്ന് സൂംബ പരിശീലിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് അയച്ച വീഡിയോ എന്റെ കയ്യിലുണ്ട്. വേണമെങ്കിൽ ഇപ്പൊ ചാനലിൽ ഇട്ടോളൂ. അതിലുള്ള വസ്ത്രധാരണത്തിനോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്, ഞങ്ങളത് പറയും. പിന്നെ ഏത് ലോകത്താണ് ഇവിടെ സൂംബ എന്ന് അടിച്ചു കൊടുത്താൽ അവരുടെ ഇഷ്ടമുള്ള വേഷത്തിലായിരിക്കും അവർ ചെയ്യാതെ. സ്കൂളിൽ എങ്ങനെ പഠിപ്പിക്കുന്നു നോക്കിയാ പോരെ? നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ ബാലിശമായി സംസാരിക്കുന്നത്? ഒരു മിനിറ്റ്. വളരെ വ്യക്തമായൊരു കൺസേൺ നമ്മൾ മുന്നോട്ട് വെക്കുന്നു. ഇതിൽ ചില പ്രശ്നങ്ങളെന്ന് പറയുന്നു. അപ്പോൾ ചോദിക്കുന്നത് ആ വീഡിയോകളൊക്കെ അവർ ചെയ്തു എന്ന് വിചാരിച്ചാൽ പോരെ, അതെന്തിനാ നമ്മൾ ഇത്ര വലിയ ബാലിശമായി ഇത്തരം ആർഗ്യുമെൻറ്റുകൾ മുന്നോട്ട് വെക്കല്ലേ എന്ന് പറഞ്ഞു. അപ്പോഴും നമ്മൾ പറഞ്ഞു ഇത് നമ്മൾ പറയുന്ന ആ ഒരു ചെറിയ വിഷയത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു വിഷയമല്ല, അതിന് പിന്നിൽ കൃത്യമായൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്ന്. അപ്പോഴും ആ വിഷയങ്ങളെല്ലാം തള്ളിക്കളഞ്ഞു. പിന്നീട് എന്താ സംഭവിക്കുന്നത്? ഇവിടെ ജെൻഡർ ന്യൂട്രാലിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്താണോ സംഭവിച്ചത് അത് തന്നെ തുടരുന്നു. ജെൻഡർ ന്യൂട്രാലിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആദ്യമായി ഇത്തരം കൺസേണുകൾ മുന്നോട്ട് വെച്ചപ്പോൾ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു പ്രതികരണം നിങ്ങൾക്ക് കേൾക്കാം. ജെൻഡർ ന്യൂട്രാലിറ്റി എങ്ങനെ നടപ്പാക്കുമെന്ന കാര്യത്തിൽ സർക്കാരിന് വ്യക്തതയില്ല എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വിഷയത്തിൽ മുസ്ലിം ലീഗുമായി അഭിപ്രായ വ്യത്യാസമില്ല എന്നും സതീശൻ പറഞ്ഞു. ലിംഗനീതിയും തുല്യതയും മനസ്സിലാക്കാതെയാണ് ചിലർ സംസാരിക്കുന്നത് എന്ന് മന്ത്രി V ശിവൻകുട്ടി പ്രതികരിച്ചു. നിയമം അനുശാസിക്കുന്ന ലിംഗസമത്വത്തെക്കുറിച്ച് ഒരു ധാരണയുമില്ലാതെയാണ് ചില നേതാക്കൾ സംസാരിക്കുന്നത് എന്ന് KK ശൈലജ പറഞ്ഞു. ഓക്കെ, ഇതായിരുന്നു ആദ്യത്തെ പ്രതികരണം. ജെൻഡർ ന്യൂട്രാലിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ ഏറ്റവും ആദ്യത്തെ പ്രതികരണം ഇതായിരുന്നു. അന്ന് ഇതുപോലെ മന്ത്രിമാരെല്ലാവരും അന്ന് പ്രതികരിച്ചത് നിങ്ങൾക്കിത് മനസ്സിലാവാഞ്ഞിട്ടാണ്, ഞങ്ങൾക്ക് കൃത്യമായ ധാരണയുണ്ട്, നിങ്ങൾക്കിത് മനസ്സിലാവാഞ്ഞിട്ടാണ്, ഇതിന് പിന്നിൽ ഒരു അജണ്ടയുമില്ല, ഇതിന് പിന്നിൽ യാതൊരു പ്രശ്നവുമില്ല എന്നാണ് അന്ന് ഇവർ ഇതുപോലെ വന്ന് പറഞ്ഞത്. പക്ഷേ പിന്നീട് കൃത്യമായ ചർച്ചകൾ നടന്നപ്പോൾ ഇവിടെ പലരും ചോദിച്ചു ഇത്തരം വിഷയങ്ങളൊക്കെ നിസ്സാരമായി കണ്ടാൽ പോരെ, ഇതൊക്കെ എന്തിനാ ചർച്ചയ്ക്ക് എടുക്കേണ്ട ആവശ്യം, ഇതൊക്കെ ഇവിടെയുള്ള സംഘപരിവാർ രാഷ്ട്രീയത്തിന് വടി കൊടുക്കുന്ന ഏർപ്പാടല്ലേ എന്നൊക്കെ ചോദിച്ചു. ഒരിക്കലുമല്ല. കാരണം ഇത് ചർച്ചയായതിനു ശേഷം തന്നെയാണ് പല കാര്യങ്ങളിലും കൃത്യമായ നിലപാടിലേക്ക് സർക്കാർ എത്തിയിട്ടുള്ളത്. അന്ന് ജനകീയ ചർച്ചകൾ ആദ്യമായി പൊടുന്നതിന് ഉണ്ടായതല്ല.
കൃത്യമായി ഒരു ചട്ടക്കൂടുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ പുറത്തുവിട്ടപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് അപകടകരമാണ്. അത് കൃത്യമായും ഇവിടെയുള്ള സാമുദായിക സംഘടനകളും രാഷ്ട്രീയ സംഘടനകളും ഏറ്റെടുത്ത് അവർ പ്രതികരണം ആരംഭിച്ചപ്പോഴാണ് ജനകീയ സദസ്സ് എന്ന പേരിൽ പിന്നീട് ആ ജനകീയ സദസ്സ് നടക്കപ്പെടുന്നത്. അവിടെയാണ് യഥാർത്ഥത്തിൽ പിന്നീട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പിന്നീട് പറയുന്നു അവിടെ ഈ ജെൻഡർ ന്യൂട്രാലിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എല്ലാവർക്കും നമ്മൾ നടപ്പിലാക്കുന്നില്ല, നമുക്ക് ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ അതൊന്ന് കേട്ടു. ജെൻഡർ ന്യൂട്രാലിറ്റി വിഷയത്തിൽ സർക്കാർ നിലപാട് സംശയത്തിനിടവരുത്താത്തതാണ് എന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഒരിടത്തും ജെൻഡർ ന്യൂട്രാലിറ്റി യൂണിഫോം അടിച്ചേൽപ്പിക്കില്ല. പലതവണ സർക്കാർ നിലപാട് അറിയിച്ചിട്ടും തെറ്റിദ്ധാരണ പരത്തുകയാണ്. പ്രതിഷേധത്തിനൊരുങ്ങുന്നവർ ഒന്നുകൂടി ആലോചിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ജെൻഡർ യൂണിഫോം അത് ഒരു നിലയിലും ഒരു വിദ്യാലയങ്ങളിലും അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, നിങ്ങളിത് കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത് ജെൻഡർ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട ഒരു ആശയമാണെന്നാണ് നമ്മളന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ അന്ന് യൂണിഫോം എന്ന പാൻറ് എന്ന ഒരു വിഷയത്തിൽ മാത്രം അതിനെ ഒതുക്കി കെട്ടി. എന്നിട്ട് പിന്നീട് പറയുന്നു പാൻറ് അതുകൊണ്ട് ഒഴിവാക്കിയിട്ടുണ്ട്, പാൻറ് നമ്മൾ അടിച്ചേൽപ്പിക്കുന്നില്ല, ജെൻഡർ ന്യൂട്രൽ യൂണിഫോം ആവശ്യമുള്ളവർക്ക് തീരുമാനിച്ചാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ അന്നും നമ്മൾ പറഞ്ഞു വേര് പോയിട്ടില്ല, ചില്ലകളെ വെട്ടിക്കളഞ്ഞിട്ടുള്ളൂ, വേര് അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്ന് നമ്മൾ കൃത്യമായും പറഞ്ഞു. നമ്മുടെ സ്പോട്ട് ലൈറ്റിലൂടെ ബഹുമാനപ്പെട്ട DK അഷ്റഫ് സാഹിബ് അത് കൃത്യമായും ഉന്നയിക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ് നമ്മളിത് വീണ്ടും വീണ്ടും ഇവിടെ പിന്നെയും കൊണ്ടുവരുന്നതെന്ന് കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട്. നിങ്ങൾക്ക് അതുകൂടി ഒന്ന് കേൾക്കാം. ജനകീയ ചർച്ചയിൽ ആളുകൾ ഉന്നയിച്ച ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയുന്നത് ജെൻഡർ സാമൂഹിക നിർമ്മിതിയാണ് എന്ന കാഴ്ചപ്പാട് മാറ്റണം എന്നാണ്. അതാണ് എല്ലാവരുടെയും ആവശ്യം. അതിൽ നിന്നാണ് ജെൻഡർ ന്യൂട്രൽ വിഷയം ഉണ്ടാകുന്നത്, ജെൻഡർ ഓഡിറ്റിങ്ങിന് ക്യാമ്പസ് വിധേയമാക്കണം എന്നുള്ള വിഷയം ഉണ്ടാകുന്നത്, അതുപോലെ തന്നെ ലിംഗസമത്വത്തിൻ്റെ വിഷയം വരുന്നത്, പിന്നെ LGBT വിഷയം വരുന്നത് ഒക്കെ ഈ ഒരു മൂല കാരണത്തിൽ നിന്നാണ്. നമ്മുടെ അഡ്വക്കറ്റ് ഷംസുദ്ദീൻ MLA ആണ് ഈ വിഷയത്തിൽ അവസാനമായിട്ടൊരു ചോദ്യം നിയമസഭയിൽ ചോദിച്ച് അതിന് വിദ്യാഭ്യാസ മന്ത്രി കൊടുത്ത മറുപടി എഴുതിയ മറുപടിയായിരുന്നു. ആ എഴുതിയ മറുപടി പറഞ്ഞാൽ വെച്ചാൽ സർക്കാരിൻ്റെ നയം ജെൻഡർ സാമൂഹിക നിർമ്മിതിയാണ് എന്ന് തന്നെയാണ്. അപ്പോൾ അത് വെച്ചുകൊണ്ടാണ് പാഠപുസ്തക രചന ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ പിന്നെ ഈ ജനകീയ ചർച്ചയിൽ ഉയർന്ന ആശങ്കകൾ യഥാർത്ഥത്തിൽ നമുക്ക് അത് പരിഹരിക്കപ്പെടുന്നില്ല. അല്ലെങ്കിൽ സർക്കാർ പറയണം അതൊക്കെ പരിഹരിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തത വരുത്താതെ ഈ വിഷയത്തിൽ മുന്നോട്ട് പോകുന്നതിനെ അധ്യാപക സമൂഹം ഗൗരവത്തിൽ കാണണം, അധ്യാപക സംഘടനകൾ ഗൗരവത്തിൽ കാണണം, ഇവിടെയുള്ള പ്രതിപക്ഷം അത് ഗൗരവമായിട്ടെടുക്കണം. പ്രതിപക്ഷത്തിൻ്റെ ഘടകകക്ഷി പ്രത്യേകിച്ച് സാമുദായിക പാർട്ടി എന്നുള്ള മുസ്ലിം ലീഗിനെ പോലെയുള്ള സംഘടനകൾക്ക് പ്രതിപക്ഷത്തിലൊക്കെ വലിയ റോളുള്ളതാണ്. അതുപോലെ കോൺഗ്രസ്, അതുപോലെ തന്നെ LDF തന്നെ ഘടകകക്ഷികൾക്കൊക്കെ ഇതിൽ പ്രശ്നങ്ങളുണ്ട്. അവർ ശരിക്കും പഠിച്ചു നോക്കിയാൽ മനസ്സിലാവും. അതുപോലെ ഇവിടുത്തെ സമുദായങ്ങൾ, ക്രൈസ്തവ സമുദായം, ഹൈന്ദവ സമുദായം, മുസ്ലിം സമുദായം, അവരുടെ സംഘടനകൾ, അവരൊക്കെ ഇത് വലിയ ഗൗരവത്തിലെടുക്കണം. കാരണം ഈ പാഠപുസ്തകം പ്രിൻ്റ് ചെയ്തൊക്കെ വന്ന ശേഷം പിന്നെ അത് തിരുത്തുക എന്ന് പറയുന്നത് നമ്മളെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ പ്രയാസം ഉണ്ടാകും, കുട്ടികൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതിനിപ്പോൾ നല്ല കറക്റ്റ് സമയമാണ്. വളരെ വ്യക്തമാണ്. എത്ര ജനാധിപത്യമായ രീതിയിലാണ് നമ്മളത് മുന്നോട്ട് വെച്ചത്. ഇവിടെയുള്ള ഒരുപാട് സംഘടനകൾക്ക്, സമുദായങ്ങൾക്ക് കൃത്യമായ കൺസേൺ ഉള്ളൊരു വിഷയമാണിത്. അതുകൊണ്ട് എല്ലാവരും മുന്നോട്ട് വരണം. ഇത് ഇപ്പോൾ എതിർത്തില്ലെങ്കിൽ പിന്നീട് വിദ്യാഭ്യാസ സിസ്റ്റത്തിൽ അത് കയറിക്കൂടിയതിന് ശേഷം അത് എതിർക്കുക എന്നത് വലിയ ബുദ്ധിമുട്ടുള്ള, അത് പ്രയാസകരമായൊരു വിഷയമാണ് എന്ന് അന്ന് ഉന്നയിച്ചു. അത് മാത്രമല്ല, നമ്മൾ അന്നും പറഞ്ഞു ഇത് മതപരമായൊരു വിഷയത്തിൽ ഒതുക്കിക്കെട്ടേണ്ടതല്ല, ഇത് സാമൂഹികപരമായൊരു വിഷയമാണ്, ഇത് സമൂഹത്തെ ബാധിക്കും, ഇതൊരു മതത്തിൻ്റെ കൺസേൺ അല്ല. അപ്പോഴൊക്കെ അന്ന് പറഞ്ഞത് എന്താണെന്നറിയോ, നിങ്ങൾക്ക് ഇനി പറഞ്ഞിട്ട് എല്ലാ കുട്ടികളും സ്കൂളിൽ പോയാൽ സമാധാനമാവുമെന്ന് ചോദിച്ചത്. അന്നും ഇതുപോലെയാണ് അതിനെ വ്യാഖ്യാനിച്ചത്. മാത്രമല്ല ഇന്ന് എങ്ങനെയാണോ ഇത്തരം ആളുകൾ തീവ്രവാദത്തിൻ്റെ ചാപ്പയടിച്ചത്, അതുപോലെ ഈ വിഷയത്തിലും നമ്മളെ ചാപ്പയടിക്ക് നമ്മൾ കണ്ടു. നിങ്ങൾക്കതൊന്ന് കാണാം. ജെൻഡർ ന്യൂട്രാലിറ്റി, ജെൻഡർ ഈക്വാലിറ്റി എന്നൊന്നും പറയുന്നത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചും താലിബാനിസ്റ്റുകളെ സംബന്ധിച്ചും സ്വീകാര്യമായിട്ടുള്ള കാര്യമല്ല എന്ന് നമ്മൾ നാട്ടിലെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം. കത്തോലിക്ക സഭ അതിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തുന്നവരാണ്. ഏറ്റവും അശ്ലീലമായിട്ടുള്ള ഹിന്ദു മത സംഘടനകൾക്ക് അതിനോട് വിയോജിപ്പാണ്. കത്തോലിക്ക സഭയ്ക്ക് അതിനോട് വിയോജിപ്പാണ്. വിവിധ ഹിന്ദു മത സംഘടനകൾക്ക് അതിനുള്ള വിയോജിപ്പുണ്ട്. സ്ത്രീകളെ ഇതിപ്പോ പുരോഗമന ആശയക്കാർ ഒരു വശത്ത്, അപ്പുറത്ത് മുസ്ലിം ലീഗും താലിബാനിസ്റ്റുകളും എന്ന ദ്വന്ദ്വം ഉണ്ടാക്കുന്നതിൽ ഒരു പ്രശ്നമുണ്ട്. മാം, വളരെ വ്യക്തമാണ്. അന്നും എന്താണോ ഇപ്പോൾ പറയുന്നത് അതേ വർത്തമാനമാണ് ഈ കൂട്ടർ പറഞ്ഞത്. നമുക്കിത് യാതൊരു അത്ഭുതവുമില്ല എന്ന് പറയാനുള്ള കാരണം, ഈ ഒരു വിഷയത്തെ ഉന്നയിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറെടുത്ത സമയത്ത് തന്നെ ഇത് എങ്ങനെയായിരിക്കും പ്രതികരണം വരിക എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു.
അത്രത്തോളം സാമൂഹികപരമായ ഒരു വിഷയത്തെ ഉന്നയിച്ചിട്ട് വളരെ കൃത്യമായും അവർ പറഞ്ഞത് നിങ്ങൾ തീവ്രവാദികളാണ് എന്നാണ്. അതേ വാദമാണ് ഇന്ന് ഈ സൂംബ വിഷയത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും വന്നത്. നമ്മൾ പിന്നെയും ചോദിച്ചു, എങ്ങനെയാണിത് വർഗീയതയാവുന്നത്? സൂംബ എന്ന് പറയുന്ന ഒരു കായികപരമായ ഇനമാണെന്ന് വെക്കാം, അതൊന്ന് എതിർക്കുമ്പോഴേക്കും അതെങ്ങനെയാണ് വർഗീയതയാവുന്നത്? അത് എങ്ങനെയാണ് ഇവിടെയുള്ള മതനിരപേക്ഷതയുടെ കടക്കൽ കൈവെക്കുന്നതാവുന്നത്? പിന്നെയാണ് യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു വസ്തുത, പിന്നെയും ഇവർ വ്യാഖ്യാനിച്ചെത്തിക്കുന്നത് ഇതൊരു സമുദായത്തിൻ്റെ മാത്രം വിഷയത്തിലേക്ക് ചുരുക്കിക്കെട്ടാനാണ്. അതാണ് സൂംബ വിഷയത്തിൽ ഒരു റിപ്പോർട്ടർ കൃത്യമായത് പറഞ്ഞ് നമുക്കൊന്ന് കാണാം. എന്നിട്ടും സൂംബയ്ക്കെതിരെ ഉറഞ്ഞുതുള്ളാൻ ഇത്തരം മതമൗലികവാദികളെ പ്രേരിപ്പിക്കുന്നത് എന്തായിരിക്കും? പെൺകുട്ടികൾ ശരീരമനക്കാതെ വീട് വിട്ടിറങ്ങാതെ തങ്ങളുടെ ആജ്ഞപ്രകാരം മാത്രം ജീവിക്കേണ്ടവരാണെന്ന പൗരോഹിത്യത്തിന്റെ അടഞ്ഞ ചിന്തകളാണത്. ഇത് കേവലം നൃത്തത്തോട് മാത്രമുള്ള പ്രശ്നമല്ല. വസ്ത്രത്തിന്റെ കാര്യത്തിലും മതമൗലികവാദികൾ ഇതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചതെന്ന് ഓർക്കണം. 2022 LDF സർക്കാർ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം സ്കൂളുകളിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചപ്പോഴും വിവാദ കൊടി ഉയർത്തിയത് ഇതേ ആളുകളാണ്. ഒരേ സ്വാതന്ത്ര്യം ഒരേ സമീപനം എന്ന കാഴ്ചപ്പാടിലായിരുന്നു അന്ന് ജെൻഡർ ന്യൂട്രൽ യൂണിഫോം നടപ്പിലാക്കിയത്. എന്നാൽ സ്കൂളുകളിൽ അരാജകത്വം സൃഷ്ടിക്കാൻ ഇടതു സർക്കാർ വഴിയൊരുക്കുന്നു എന്ന തരത്തിലായിരുന്നു മതവാദികളുടെ ആരോപണം. എന്നാൽ ഇക്കാര്യത്തിൽ സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും എടുക്കുന്ന നിലപാട് പുരോഗമനാശയത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. മതസംഘടനകൾ ആടിനെ പട്ടിയാക്കുന്നുവെന്നും അത് ഭൂരിപക്ഷ വർഗീയത വളർത്താനേ ഉപകരിക്കുമെന്നും സൂംബയോടുള്ള എതിർപ്പ് ലഹരിയേക്കാൾ മാരകമായ വിഷം കേരള സമൂഹത്തിൽ കലർത്തുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിലപാട് വ്യക്തമാക്കി. ഓക്കെ, എന്താണ് ഈ പറഞ്ഞു വരുന്നത്? അന്ന് എന്താണോ ഒരു വിഭാഗം ചില വിമർശനങ്ങൾ ഉന്നയിച്ചപ്പോൾ പറഞ്ഞത്, അതേ വർത്തമാനം, അതേ ആരോപണങ്ങൾ, അതേ ചാപ്പയടിക്കലുകൾ വീണ്ടും തുടരുന്നു. അങ്ങനെ തുടരുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കണമെന്നാണ് ഇവർ വിചാരിക്കുന്നതെങ്കിൽ ഒരിക്കലും അത് സാധിക്കില്ല. കാരണം നമ്മൾ ഉന്നയിക്കുന്ന വിഷയങ്ങളൊന്നും തന്നെ യഥാർത്ഥത്തിൽ മതപരമായ ഒരു പരിസരത്തിൽ മാത്രം പ്രശ്നമുള്ളതല്ല. മറിച്ച് പൊതുവിദ്യാലയത്തിൽ ഇത് നടപ്പിലാക്കരുത് എന്ന് പറയുമ്പോൾ പൊതു ഇടങ്ങളിൽ സാമൂഹികപരമായ വിഷയങ്ങളിൽ ഇത്തരം ആശയങ്ങൾ കടന്നുകൂടിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന കൃത്യമായ ധാരണ നമുക്കുണ്ടായത് കൊണ്ട് തന്നെയാണ്. അവിടെയാണ് യഥാർത്ഥത്തിൽ അന്ന് ഈ ജെൻഡർ ന്യൂട്രൽ വിഷയത്തെ ആദ്യം ഇത് നടപ്പിലാക്കില്ല എന്നും അത് നിർബന്ധിക്കില്ല എന്നും ഇന്നത്തെ അതേപോലെ തന്നെ അന്ന് ഇത് എല്ലാവർക്കും ബാധകമല്ല എന്നെല്ലാം പറഞ്ഞ് പെട്ടെന്ന് തടിയൂരിയ ആ ഒരു സന്ദർഭത്തിൽ നിന്നും പിന്നീട് നമ്മൾ കാണുന്നത് വ്യത്യസ്തമായ രൂപത്തിലൂടെ അതേ ആശയത്തെ തന്നെ അടിച്ചേൽപ്പിക്കുന്നതാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇവിടെ പാഠ്യപദ്ധതി ചട്ടക്കൂടുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ നടന്നു, വന്ന് ജനകീയ സദസ്സുകൾ നടന്നു. പാഠ്യപദ്ധതി ചട്ടക്കൂടുകളിൽ നമ്മൾ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാദം ഇത്തരത്തിൽ ജെൻഡർ ഒരു സാമൂഹിക നിർമ്മിതിയാണ് എന്ന വാദത്തെ പിൻവലിക്കണമെന്നായിരുന്നു. കാരണം അത് കേരളീയ സമൂഹത്തിനെന്നല്ല മാനവരാശിക്ക് തന്നെ എതിരാണ്. അത് നമുക്ക് ശാസ്ത്രീയമായി കൃത്യമായും പ്രൂവ് ചെയ്യാൻ സാധിക്കും. പക്ഷേ അന്ന് ഇത്തരം ആളുകൾ അതിനെ പാൻറ്റിലേക്ക് എങ്ങനെയാണ് ചുരുക്കിക്കെട്ടിയത്, ആ വിഷയത്തെ പിന്നീട് പല വഴിയിലൂടെ സ്കൂളുകളിലേക്ക് കൊണ്ടുവരും നമ്മൾ കണ്ടു. എങ്ങനെയാണ് NSS ക്യാമ്പ്, നമ്മുടെ മക്കളെല്ലാവരും പങ്കെടുക്കുന്ന NSS ക്യാമ്പുകളിൽ അവർ സമദർശൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ആരംഭിച്ചു. ആ സമദർശനിൻ്റെ ഒരു PPT ഫയലിൽ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു വാക്ക് കാണാൻ സാധിക്കും. സെക്ഷൽ ഓറിയൻറ്റേഷൻ റെഫേഴ്സ് ടു ബീയിങ് സ്ട്രെയിറ്റ്, ഗേ, ലെസ്ബിയൻ ഓർ ബൈസെക്ഷൽ. എന്താണ് ഇതിൻ്റെ അർത്ഥം എന്നറിയോ? വളരെ എളുപ്പത്തിൽ പറഞ്ഞാൽ, ഒരു മനുഷ്യൻ ആണായോ പെണ്ണായോ ജനിക്കുന്നു, അതിനിടയിൽ ഒരു വിഭാഗം ആളുകളുണ്ട്. അവർ സ്ത്രീ ശരീരത്തിലാണെങ്കിലും പുരുഷൻ്റെ മനസ്സുമായി ജീവിക്കുന്നു, അല്ലെങ്കിൽ പുരുഷ ശരീരവുമായിട്ട് സ്ത്രീകളുടെ മനസ്സുമായി അത്തരം ആളുകൾ, അവരാണ് നമ്മൾ ട്രാൻസ് വിഭാഗം എന്ന് പറയാറുള്ളത്. ഈ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, അവരെ എങ്ങനെ പരിഗണിക്കണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചയായിരുന്നു ഏറ്റവും ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷേ അതിനിവർ കൊണ്ടുചെന്ന് എത്തിച്ചത് സെക്ഷൽ ഓറിയൻറ്റേഷനുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്കാണ്. എന്താണ് സെക്ഷൽ ഓറിയൻറ്റേഷൻ? അതിവിടെ വളരെ വ്യക്തമായും ഒരു ആണും പെണ്ണും ലൈംഗികമായി ആകർഷണം എന്ന പരിധിയിൽ നിന്നും മറികടന്ന് ആണിനും വിവാഹം കഴിക്കാവുന്ന, പെണ്ണിനും വിവാഹം കഴിക്കാവുന്ന ഒരു തുറന്ന കാഴ്ചപ്പാടിലേക്ക്, ഒരു ജെൻഡർ ഫ്ലൂയിഡിറ്റിയിലേക്കെല്ലാം എത്തിക്കുന്ന കാഴ്ചപ്പാടിലേക്കാണ് അവർ കൊണ്ടെത്തിച്ചത്. അത് സ്വാഭാവികമായും ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിൽ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തന്നെ കൃത്യമായും പ്രസ്താവന പറയുന്നു, സമൂഹത്തിൻ്റെ ഹെറ്ററോനോർമേറ്റീവ് ബർഡൻ. എന്താണ് ഹെറ്ററോനോർമേറ്റീവ് ബർഡൻ? ഇവിടെ ആണും പെണ്ണും കല്യാണം കഴിച്ച് കൃത്യമായി കുടുംബജീവിതം മുന്നോട്ട് പോകുന്നത് ഒരു ബർഡനാണ്, ഒരു ഭാരമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ആ ഒരു എക്സ്പെക്റ്റേഷനെയെല്ലാം പൊളിച്ച് കളഞ്ഞ് ഇവിടെ നമ്മൾ എന്താണോ യൂറോപ്പിലെല്ലാം കണ്ട ഒരു അരാജകത്വത്തിൻ്റെ കാഴ്ചകൾ, അതേ കാഴ്ചകൾ കേരള സമൂഹത്തിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്ന വർത്തമാനമാണ് പറഞ്ഞത്.
അന്ന് നമ്മൾ അതിനെ കൃത്യമായും എതിർത്തു. മാത്രമല്ല, പാഠ്യപദ്ധതി ചട്ടക്കൂടുമായി ബന്ധപ്പെട്ട ജനകീയ സദസ്സുകൾ സംഘടിപ്പിച്ചപ്പോൾ നമ്മൾ കൃത്യമായി നമ്മുടെ കൺസേണുകൾ അവിടെ രേഖപ്പെടുത്തി. നിങ്ങൾക്ക് കൃത്യമായും വായിക്കാൻ സാധിക്കും. പാഠ്യപദ്ധതി ചട്ടക്കൂട് മുന്നോട്ട് വെച്ചപ്പോൾ ഏറ്റവും ആദ്യം ചെയ്തത് അതിനു വേണ്ടിയുള്ള ഒരു ജനകീയ സദസ്സിലേക്കുള്ള ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയാണ്. എല്ലാവർക്കും ചർച്ച ചെയ്യാവുന്ന ഒരു ചർച്ചാ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. അതാണ് നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ആദ്യമായി ലഭിക്കുന്നത്. അങ്ങനെ ആ ഒരു ചർച്ചാ റിപ്പോർട്ടിൽ കാണാവുന്ന ചില വർത്തമാനങ്ങളുണ്ട്. ഇവിടെ നമുക്ക് കൃത്യമായും കാണാൻ സാധിക്കും. പുതുതായി രൂപീകരിക്കുന്ന പാഠ്യപദ്ധതി ചട്ടക്കൂടുകൾ പൊതുസമൂഹത്തിൻ്റെ കൂടി അഭിലാഷങ്ങളും ആവശ്യകതയും പ്രതിഫലിക്കുന്നതാകണം. ഇതാണ് പാഠ്യപദ്ധതി ചട്ടക്കൂടിൻ്റെ അടിസ്ഥാനം. പക്ഷേ ഇന്ന് പറയുന്നത് അങ്ങനെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടൊന്നും ഇവിടെ ഒന്നും നടപ്പിലാക്കാൻ സാധിക്കില്ല. ഒരു വിഭാഗം തീവ്ര ചിന്താഗതിക്കാരുടെ പ്രശ്നമാണത് എന്നാണ്. ഇനി നിങ്ങൾ കാണാൻ സാധിക്കും, മതേതരത്വം, ജനാധിപത്യം, സമഭാവന, എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള സന്നദ്ധത, മാനവിക ബോധം എന്നിവയെല്ലാം നമ്മുടെ പാഠ്യപദ്ധതിയുടെ അടിസ്ഥാന ആശയങ്ങളാണ്. എന്താ പറഞ്ഞത്? എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള സന്നദ്ധത. ഏറ്റവും അവസാനം പറഞ്ഞത് സൂംബ ഡാൻസ് കളിക്കാത്ത ആൾക്കാരാണ് മാറി നിന്നോട്ടെ, ബാക്കിയുള്ള കുട്ടികൾ കളിച്ചോട്ടെ. എന്നിട്ട് അവസാനം നടന്നത് എന്താണ്? നടപ്പിലാക്കിയ സ്കൂളുകളിലെല്ലാം കൃത്യമായും കുട്ടികളെ വേർതിരിച്ച് കണ്ടിരിക്കുന്നു. കൃത്യമായും സൂംബ കളിക്കുന്ന കുട്ടികളെല്ലാം അത് കളിപ്പിക്കുമ്പോൾ ആ മാറി നിൽക്കുന്ന കുട്ടികൾ ഏലിയനേറ്റ് ചെയ്യപ്പെടുന്നു, മാറ്റി നിർത്തപ്പെടുന്നു. ഒരു കുട്ടികൾക്ക് സ്ട്രെസ് ഇല്ലാതാക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന ഒരു പദ്ധതി വീണ്ടും വീണ്ടും ഇത്തരത്തിൽ മാറി നിൽക്കുന്ന കുട്ടികൾക്ക് കനത്ത സ്ട്രെസ്സുകൾ ഉണ്ടാക്കി കൊടുക്കാൻ കാരണമാവുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഇനിയോ അതേ പാഠ്യപദ്ധതി ചട്ടക്കൂടിൽ കാണാൻ സാധിക്കും, ലിംഗതുല്യത, ലിംഗനീതി എന്നിവ സംബന്ധിച്ച കേരളീയ സമൂഹത്തിൻ്റെ പൊതുബോധം വിമർശനപരമായി പരിശോധിക്കേണ്ടതുണ്ട്. ഇതായിരുന്നു അന്ന് ചട്ടക്കൂടിൻ്റെ ഏറ്റവും ആദ്യത്തെ ഘട്ടത്തിൽ ചർച്ചയിൽ നമ്മൾ ഉന്നയിച്ച വിഷയം. പക്ഷേ അന്ന് സ്കൂൾ തലം മുതൽ PTA കമ്മിറ്റി, ഇവിടെയുള്ള രക്ഷിതാക്കൾ പലരും അന്ന് PTA മീറ്റുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഉപജില്ലാ തലത്തിൽ അധ്യാപകർ കൃത്യമായ കൺസേണുകളുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. പിന്നീട് ജില്ലാ തലത്തിലേക്ക് അത് കൈമാറിയിട്ടുണ്ട്. പക്ഷേ സംസ്ഥാന തലത്തിലേക്ക് അത് എങ്ങനെ പോയി? ആ റിപ്പോർട്ടിൻ്റെ ആകത്തുക എന്താണ്? അന്ന് എന്താണ് കേരളീയ സമൂഹത്തിൻ്റെ പൊതുബോധം ജെൻഡർ ന്യൂട്രൽ വിഷയവുമായി ബന്ധപ്പെട്ടും അന്നത്തെ പാഠ്യപദ്ധതി ചട്ടക്കൂടുമായി ബന്ധപ്പെട്ടും മുന്നോട്ട് വെച്ച കൺസേണുകൾ, അവരുടെ ആവശ്യങ്ങൾ എന്നുള്ളത് അന്ന് യാതൊരു വിധത്തിലും പുറത്തു വിട്ടില്ല. കൃത്യം ഒരു വർഷം ശേഷം പാഠ്യപദ്ധതി ചട്ടക്കൂടിൻ്റെ ഫൈനൽ എഡിറ്റഡ് പ്രിൻ്റ് പുറത്തേക്ക് വിടുന്നു. ഇതാണ് സംഭവിച്ചത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഗവൺമെൻറ് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നൊരു പരിഷ്കരണമല്ല. 2007 ഏറ്റവും അവസാനം പാഠ്യപദ്ധതി ചട്ടക്കൂട് കേരളം പുറത്തുവിടുന്നത്. അന്നാണ് കേരളം ഒരു പരിഷ്കരണം കൊണ്ടുവരുന്നത്. ഏകദേശം 15 വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നീട് ഇത്തരമൊരു ചർച്ച നടക്കുന്നത്. അപ്പോൾ 15 വർഷ കാലയളവിലുള്ള ഒരുപാട് വിഷയങ്ങളുടെ തിരുത്തലുകളും പരിഷ്കരണങ്ങളും എല്ലാം ആവശ്യമുണ്ടതിൽ. പക്ഷേ അത്തരത്തിലുള്ള യാതൊരു പണികളും എടുക്കാതെ വളരെ കൃത്യമായി ജനങ്ങളെയെല്ലാം കോമാളികളാക്കുന്ന രൂപത്തിൽ അതിൻ്റെ യാതൊരു വിഷയത്തിലുള്ള ഒരു റിപ്പോർട്ട് പുറത്തുവിടാതെ അത് മുന്നോട്ട് പോകുന്നു. ഇനി അതേ ചട്ടക്കൂടിൽ തന്നെ മറ്റൊരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും. സമത്വത്തിലും നീതിയിലും അടിയുറച്ച ഒരു സാമൂഹിക ക്രമം രൂപപ്പെടുത്താൻ കുട്ടികളെ സജ്ജരാക്കുന്ന വിദ്യാഭ്യാസമാണ് ലക്ഷ്യമിടേണ്ടത്. നമ്മളെല്ലാവരും വിചാരിച്ചു സമത്വം എന്ന് പറയുമ്പോൾ ജെൻഡർ ഈക്വാലിറ്റി അല്ലേ, എല്ലാവർക്കും തുല്യമായിട്ടുള്ള പരിഗണനയല്ലേ വേണ്ടത്. പക്ഷേ അവരുടെ ലക്ഷ്യം അതായിരുന്നില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ പിന്നീടുള്ള ചട്ടക്കൂടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പിന്നീട് പുറത്തു വന്ന കാര്യങ്ങളെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ അജണ്ടകളെ, ലക്ഷ്യങ്ങളെ നടപ്പിലാക്കുന്നതായിരുന്നു. അതാണ് നമുക്ക് പിന്നീട് കാണാൻ സാധിക്കുന്നത്. പാഠ്യപദ്ധതി ചട്ടക്കൂടിൻ്റെ 2ാമത്തെ ഘട്ടത്തിൽ പുറത്തു വന്ന റിപ്പോർട്ടുകൾ കാണുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ലിംഗവിവേചനമില്ലാത്ത ലോകത്ത് എന്ന് പറഞ്ഞ് ഒരു പാഠഭാഗം തന്നെ കുട്ടികളെ പഠിപ്പിക്കുന്നു. നമ്മുടെ മക്കളെല്ലാം അടക്കം പഠിക്കുന്ന പൊതുവിദ്യാലയത്തിലെ സർക്കാർ ടെക്സ്റ്റ് ബുക്കുകളിൽ അന്ന് എന്താണോ ഞങ്ങൾ നടപ്പിലാക്കില്ല, അടിച്ചേൽപ്പിക്കില്ല, പിന്മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് അതേ കാര്യത്തെ ഒരു മുഴുവൻ പാഠഭാഗമായി അവർ മുന്നോട്ട് കൊണ്ടുവരുന്നു. ആ പാഠഭാഗം ഇന്ന് എൻ്റെ മുമ്പിലിരിക്കുന്ന രക്ഷിതാക്കൾ, നിങ്ങൾ 8ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെയും എല്ലാം സാമൂഹിക ശാസ്ത്രം ടെക്സ്റ്റ് ബുക്ക് എടുത്ത് പരിശോധിച്ചാൽ മതി. അത്തരത്തിലുള്ള പാഠഭാഗങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ബയോളജി ടെക്സ്റ്റ് ബുക്ക് പരിശോധിച്ചാൽ മതി, അത്തരം വിഷയങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എങ്ങനെയാണോ മുൻപ് മതമില്ലാത്ത ലോകമെന്നെല്ലാം പറഞ്ഞ് ഇത്തരം ആളുകൾ പല വിഷയങ്ങളെയും കൊണ്ടുവന്നത്, അതുപോലെ പാഠപുസ്തകത്തിലേക്ക് ഇത് കടന്നു വരുന്നു. ഇവിടെയാണ് യഥാർത്ഥത്തിൽ പൊതു സമൂഹം അറിയേണ്ട ചില വസ്തുതകളുള്ളത്. എങ്ങനെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇത്തരം കാര്യങ്ങളോട് പ്രതികരിക്കേണ്ടത്? പലപ്പോഴും സാമൂഹികപരമായ വിഷയങ്ങളെല്ലാം നമ്മൾ രാഷ്ട്രീയപരമായി ഇടപെടാറുണ്ട്. പക്ഷേ വിദ്യാഭ്യാസപരമായ വിഷയങ്ങളെ നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ ഇവിടെ NEP എന്ന് പറയുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്ന കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട വിദ്യാഭ്യാസ നയമുണ്ട്. ഇന്ത്യക്ക് മൊത്തത്തിലുള്ള വിദ്യാഭ്യാസ നയമുണ്ട്. ആ വിദ്യാഭ്യാസ നയം പുറത്തുവിട്ടപ്പോൾ നമ്മുടെ സർക്കാർ അടക്കം ഒരുപാട് സർക്കാരുകൾ കൃത്യമായി അതിലെ വിയോജിപ്പുകൾ അറിയിച്ചിട്ടുണ്ട്.
ഇതുപോലെ വിയോജിപ്പുകൾ അറിയിക്കാനുള്ള മേഖലകൾ അവിടെ ഉണ്ടാവേണ്ടതുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് എങ്ങനെയാണോ സൂംബ നടപ്പിലാക്കിയത്, ഇതുപോലെ ചർച്ചകളൊക്കെ ഒരു ഭാഗത്ത് ഇങ്ങനെ നടത്തുന്നു എന്നൊക്കെ പറയുന്നു, പിൻവലിച്ചു എന്നും ഞങ്ങളത് അടിച്ചേൽപ്പിക്കില്ല എന്നൊക്കെ പറയുന്നു. പക്ഷേ മറുഭാഗത്ത് ഇതെല്ലാം കൃത്യമായി നടപ്പിലാക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ പാഠപുസ്തകങ്ങളിൽ ഇത്തരം വർത്തമാനങ്ങൾ വന്നത്. ഇതിൻ്റെ അപകടം ബോധ്യപ്പെടണമെങ്കിൽ പാഠപുസ്തകത്തിൽ ഇത് വന്നത് എന്തുകൊണ്ട് എന്നും അത് വന്നാൽ എന്താണ് പ്രശ്നമെന്നും മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ 2 വർഷത്തിനിടയ്ക്ക് കേരളീയ സാമൂഹിക പരിസ്ഥിതിയിൽ എന്തെല്ലാം നടന്നു എന്നൊന്ന് പരിശോധിച്ചാൽ മതി. ഇവിടെ നിങ്ങൾക്ക് കൃത്യമായും കാണാൻ സാധിക്കും. കേരളത്തിൽ ഈ ഒരു ഹെട്രോനോർമേറ്റീവ് ബർഡനെ ഇല്ലാതാക്കി ഹോമോസെക്ഷൽ അല്ലെങ്കിൽ ഹോമോനോർമേറ്റീവായ ഒരു സിസ്റ്റത്തെ അടിച്ചേൽപ്പിക്കണം, അല്ലെങ്കിൽ അത്തരമൊരു കൾച്ചർ കൊണ്ടുവരണം എന്നെല്ലാം പറഞ്ഞപ്പോൾ നമ്മളന്ന് വിചാരിച്ചത് അത് ആശയത്തിൽ നിൽക്കും, അത് ടെക്സ്റ്റ് ബുക്കിലെ വിഷയമല്ലേ, അത് കുട്ടികളെ പാൻറ്റിടുന്ന വിഷയമല്ലേ എന്ന് വിചാരിച്ചെങ്കിൽ ഇന്ന് നമ്മുടെ എല്ലാം അങ്ങാടികളിൽ പ്രൈഡ് മാർച്ച് എന്ന പേരിൽ ഇത്തരം ആളുകൾ അർദ്ധനഗ്നരായി നമ്മുടെ മക്കളുടെ മുമ്പിലൂടെ നടക്കുന്ന സാഹചര്യം കൈവന്നു. കേരളത്തിൽ അറിയപ്പെടുന്ന എല്ലാ മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തു. എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തത്? മഴവില്ലഴകിൽ കേരളം. ഒരു കാലത്ത് രക്ഷിതാക്കളും അധ്യാപക സമൂഹവും അടക്കം എല്ലാവരും കൺസേൺ രേഖപ്പെടുത്തിയ ഒരു വിഷയത്തെ പിന്നീട് കൊണ്ടുവരുന്നത് കേരളത്തിലെ ക്വിയർ പ്രൈഡ് റാലി എന്ന പേരിലാണ്. കേരളം മലപ്പുറം മഴവിൽ മുഞ്ചിൽ തിളങ്ങുമെന്നാണ്. ഇത്തരത്തിൽ വ്യത്യസ്തമായ രൂപത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഇതിൻ്റെ അലയൊലികൾ നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. അവിടെ നിൽക്കോ? ഒരിക്കലും നിൽക്കില്ല. ഇത് ഒരു ജെൻഡർ പൊളിറ്റിക്സിൻ്റെ മാത്രം വിഷയമാണെങ്കിൽ അത് അത്തരത്തിൽ മാത്രം ഒന്ന് കാണാമായിരുന്നു. പക്ഷേ അത് അവിടെയും നിൽക്കില്ല. ഇത്തരത്തിൽ ജെൻഡറുമായി ബന്ധപ്പെട്ട ഒരു ഡിസ്കൺഫോമിറ്റി അല്ലെങ്കിൽ ഒരു നോൺ കൺഫോമിറ്റി കുട്ടികൾക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നത് എന്താണ്? പലപ്പോഴും കുട്ടികൾ കൃത്യമായ ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിയിടപ്പെടും. അതാണ് നമുക്ക് ഇത്തരം കേരളത്തിൽ തന്നെയുള്ള കോളേജ് ക്യാമ്പസുകളിൽ, സ്കൂൾ ക്യാമ്പസുകളിൽ ഇത്തരം ആളുകൾ നടപ്പിലാക്കിയ ചില പരിപാടികളൊന്നും നോക്കി നോക്കിയും. ഇൻ്റർനാഷണൽ മാസ്റ്റർബേഷൻ ഡേ, സ്വയംഭോഗ ദിനം ആചരിക്കുന്ന അവസ്ഥ ഉണ്ടാവുന്നു. അപ്പുറത്ത് ആലിംഗന സമരം, ഒരു കാലത്ത് മറൈൻ ഡ്രൈവിൽ എങ്ങനെയാണ് ചുംബന സമരം നടന്നത്, അതുപോലെ ആലിംഗന സമരം നടക്കുന്നു. പിന്നീടോ ഒപ്പരം ഇരിക്കുമെന്ന് പറഞ്ഞ്, ലിംഗവിവേചനമില്ലാത്ത ലോകത്തേക്ക് എന്ന് പറഞ്ഞ് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കൃത്യമായും യാതൊരു ഇടതടവുകളും ഇല്ലാതെ ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിടുന്നു. എന്നിട്ട് പറയാണ് നിങ്ങൾക്ക് എന്താ 2 ആൺകുട്ടിയും പെൺകുട്ടിയും ഒന്നിച്ചിരുന്നാലെന്നാണ്. ഇത് നമ്മുടെ മാത്രം വിഷയമല്ല, ഇത് മാനുഷികമായ വിഷയമാണ്. ആണും പെണ്ണും ഒരിക്കലും ഒന്നല്ല. അവർ രണ്ടും 2 അസ്തിത്വങ്ങളാണ്. ആ 2 അസ്തിത്വങ്ങളെയും അതുപോലെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം കുട്ടികൾ പാഠഭാഗങ്ങൾ പഠിപ്പിക്കേണ്ടത് എന്നാണ് നമ്മളന്ന് പറഞ്ഞത്. പക്ഷേ അതിൽ നിന്നും കടന്ന് ഇത്തരം ആളുകളുടെ രാഷ്ട്രീയ പാർട്ടികൾ നമ്മുടെ മക്കളടക്കം പോകുന്ന കോളേജ് ക്യാമ്പസുകളിൽ മുമ്പിൽ വെച്ച ബോർഡുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു മനുഷ്യൻ തികച്ചും രഹസ്യമായി ചെയ്യേണ്ട പരിപാടികളെ പോലും പരസ്യമായി ചിത്രം വരച്ച് തുറിച്ച് നോക്കണ്ട, എന്താണ് ഇത്ര നോക്കാനുള്ളത് എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് ഇത്തരം ആളുകൾ ഈ സമൂഹത്തെ തള്ളിവിട്ടു. അവിടെയും അവസാനിച്ചോ? ഇല്ല. ഇത് വിദ്യാഭ്യാസ മേഖലയുടെ മാത്രമല്ല ഇത്തരം ആളുകൾ കടത്തിക്കൂട്ടുന്നത്. കഴിഞ്ഞ 2 വർഷത്തിനിടയ്ക്ക് കേരളത്തിൽ ഇറങ്ങിയ സിനിമാ മേഖലയിലെ പല സിനിമകളിലും ഇത്തരം ഹോമോസെക്ഷലായ കണ്ടന്റുകൾ ഇവർ അടിച്ചേൽപ്പിച്ചു. കുടുംബശ്രീ പുറത്തുവിട്ട അവരുമായി ബന്ധപ്പെട്ട ചില സർക്കുലറുകളിൽ ഇത്തരം കൃത്യമായ പരാമർശങ്ങൾ. കുടുംബശ്രീസ് ജെൻഡർ ന്യൂട്രൽ ഓത്ത് കിക്സ് അപ്പ് എ കോൺട്രവേഴ്സി, ജെൻഡർ ന്യൂട്രൽ പ്രതിജ്ഞ എടുക്കാൻ അവരെ നിർബന്ധിക്കപ്പെട്ടു. ഇത്തരത്തിൽ വ്യക്തമായ രൂപത്തിൽ പല വിധത്തിൽ ഇത്തരം അജണ്ടകൾ നടപ്പിലാക്കാൻ അവർ ശ്രമിച്ചു. എന്താണ് അവസാനം സംഭവിച്ചത്? കേരളത്തിലെ കോളേജ് ക്യാമ്പസുകളിലടക്കം, ഇവിടെ കേരളത്തിൽ അറിയപ്പെടുന്ന ക്യാമ്പസാണ് മഹാരാജാസ് കോളേജ്. മഹാരാജാസ് കോളേജിലെ ഒരു വാർത്ത നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മാറ്റങ്ങളുടെ മഹാരാജാസ് കോളേജിൽ ജെൻഡർ സൗഹൃദ ടോയ്ലറ്റ് എന്നാണ്. ജെൻഡർ സൗഹൃദ ടോയ്ലറ്റ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ കൊണ്ട് അത് പ്രശ്നം നമുക്ക് തോന്നും. ആ പ്രശ്നം എന്താണെന്ന് നമുക്ക് കൃത്യമായും ഒന്ന് പഠിക്കാനുണ്ട്. എന്താണ് മഹാരാജാസിൽ ജെൻഡർ സൗഹൃദ ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ പലരും വിചാരിച്ചു, ഇതൊക്കെ ഭയങ്കര പുരോഗമനമല്ലേ, വിപ്ലവമല്ലേ, ഇതിനെയൊക്കെ തടയിടുന്ന ആളുകളല്ലേ പ്രാകൃതം എന്നൊക്കെ വിചാരിച്ചു. ഇനിയോ മടിക്കേണ്ട, ആർക്കും കയറാം. എന്താണ്? ജെൻഡർ ന്യൂട്രലാണ്. അത് പാൻറ്റിൽ നിൽക്കാൻ പറ്റില്ല, അത് യൂണിഫോമിൽ നിൽക്കാൻ പറ്റില്ല. എല്ലാവർക്കും ഒരുപോലെ കയറാൻ പറ്റുന്ന ബാത്റൂമുകൾ ഉണ്ടാവണം, ഹോസ്റ്റലുകൾ ഉണ്ടാവണം. ഇന്ത്യയിൽ ജെൻഡർ ന്യൂട്രലായ ഹോസ്റ്റലുകളുണ്ട്. എങ്ങനെ നടപ്പിലാക്കപ്പെട്ടു? ഇത്തരത്തിൽ സമൂഹത്തെ വലിയ രീതിയിലുള്ള ഒരു ജെൻഡർ ഡീസെൻസിറ്റൈസേഷൻ, ഒരു കാര്യത്തിൽ സമൂഹത്തെ വീണ്ടും ഒരു കാര്യം പറഞ്ഞ് അതിനെ ഡീസെൻസിറ്റൈസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി. എന്താണ് അവസാനം സംഭവിച്ചത്? അവിടെയാണ് യഥാർത്ഥത്തിൽ നമുക്ക് ചില വർത്തമാനങ്ങൾ പറയാനുള്ളത്. നമ്മൾ സൂംബയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇതൊരു സാംസ്കാരികമായ വിഷയമാണ്. എങ്ങനെയാണ് സാംസ്കാരികമായ വിഷയമാവുന്നത്? സൂംബ ഡാൻസ് എവിടെ നിന്ന് കടന്നു വന്ന ഒരു ബാലപാഠം പഠിക്കുന്ന ആർക്കും ഇത് മനസ്സിലാവും. അതൊരു കൊളംബിയൻ കൊറിയോഗ്രാഫർ നിർമ്മിച്ചതാണ്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നാണ് അതിൻ്റെ ഉത്ഭവം.
നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലാണ് ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ കാനബീസ് എന്ന് പറയുന്ന, നമ്മൾ ഇന്ന് പറയുന്ന കഞ്ചാവ് അടക്കമുള്ള ഉൽപ്പാദനങ്ങൾ നടക്കുന്നത്. അത്തരം നാടുകളിൽ നിന്നാണ് അതൊക്കെ വരുന്നത്. അപ്പോൾ അവിടെ ഒരു സാമൂഹികമായ പശ്ചാത്തലമുണ്ട്, അവിടെ ഒരു സാംസ്കാരികമായ പശ്ചാത്തലമുണ്ട്. അത് മാത്രമാണോ? പലപ്പോഴും സുംബ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും വിചാരിച്ചത് അത് ഡാൻസ് മാത്രമല്ല എന്നാണ്. അല്ല, ലോകത്ത് മുഴുവൻ ഈ സുംബ ഡാൻസ് നടപ്പിലാക്കുന്നത് സുംബ LLC എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. അത് വെറുതെ ഉണ്ടായ ഒരു കമ്പനിയല്ല. ലോകത്ത് 2001 ആൽബർട്ടോ പെരസ് എന്ന് പറയുന്ന ഈ സുംബ ഉണ്ടാക്കിയ ആൾ അതിൻ്റെ ഏറ്റവും തുടക്കം കുറിക്കുകയും 2007 എത്തുമ്പോഴേക്കിനും കോടികളുടെ വരുമാനത്തിലേക്ക് ആ കമ്പനി മാറ്റപ്പെടുകയും 2012 എത്തുമ്പോഴേക്കിനും ഡോളർ കണക്കിന് ടേൺ ഓവർ ഉള്ള വ്യക്തമായ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരുന്ന ഒരു കമ്പനിയായി അത് മാറ്റപ്പെടുന്നുണ്ട്. 2019 എത്തിയപ്പോഴേക്കിനും അത് 5-10 മില്യൺ ഡോളറുകളൊക്കെ വിറ്റുവരവുള്ള ഒരു കമ്പനിയായി മാറുന്നു. എങ്ങനെയാണ് അങ്ങനെ ഒരു കമ്പനിയായി മാറുന്നത്? കൃത്യമായും സുംബ ട്രെയിനേഴ്സ് എന്ന് പറയുന്ന ആളുകൾ, ഇവിടെ കേരളത്തിൽ ഇത് നടപ്പിലാക്കിയത് സർക്കാർ സ്കൂളുകളിലെ താല്പര്യമുള്ള അധ്യാപകർ വരുന്നു, അവർ അത് പഠിക്കുന്നു, അത് പോയി ചെയ്യുന്നു എന്നാണ്. ഒരിക്കലും അങ്ങനെ പറ്റാത്ത പരിപാടിയാണ് സുംബ എന്നുള്ളതാണ് സുംബ പുറത്തുവിടുന്ന അവരുടെ ക്രൈറ്റീരിയകൾ പറയുന്നത്. അത് കൃത്യമായും പറയുന്നത് അവരുടെ ട്രെയിനിങ് ലഭിച്ച ആളുകൾക്ക് മാത്രമേ അത് പരിശീലിപ്പിക്കാൻ സാധിക്കൂ എന്നാണ്. മാത്രമല്ല അവരുടെ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്ത ആളുകൾക്ക് മാത്രമാണ് സിൻ മെമ്പർഷിപ്പ് ഉണ്ടാവുകയുള്ളൂ എന്നാണ്. അവിടെയും നിൽക്കുന്നില്ല. സുംബയുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ നമ്മൾ പറഞ്ഞു സംഗീതവുമായി ബന്ധപ്പെട്ട വിഷയമുണ്ട് എന്ന്. നമ്മൾ വെല്ലുവിളിക്കുകയാണ്. സുംബയുമായി ബന്ധപ്പെട്ട് അല്പവസ്ത്രത്തിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞ, കൂടിക്കലറിലെ പ്രശ്നമെന്ന് പറഞ്ഞ ആളുകളോട് വീണ്ടും ചോദിക്കുന്നു, സുംബ ഗ്ലോബൽ ലിമിറ്റഡ് കമ്പനി പുറത്തുവിട്ട പാട്ടുകളിലും അവരുമായി ബന്ധപ്പെട്ട വീഡിയോകളിലും കാണുന്ന കാഴ്ചകൾ കേരള സമൂഹത്തിൽ അല്പവസ്ത്രം എന്നല്ലാതെ മറ്റെന്താണ് പറയാൻ സാധിക്കുക? ഒരിക്കലും ഒരാൾക്കും അത് അംഗീകരിക്കാൻ സാധിക്കില്ല. അത് കൃത്യമായും ഒരു ഡാൻസ് വസ്ത്രമാണ്. നമ്മളത് ധരിക്കുന്ന ആളുകൾ അധിക്ഷേപിക്കുന്നില്ല, അത് അവർക്ക് ധരിക്കാം, അവരുടെ സ്വകാര്യമായ ഇടങ്ങളിൽ ധരിക്കാം. പക്ഷേ പൊതുവിദ്യാലയങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു പ്രവർത്തനത്തിൻ്റെ, അത്തരത്തിലൊരു പരിഷ്കാരത്തിൻ്റെ പിൻബലം അതിനുണ്ടെങ്കിൽ അവിടെ കൃത്യമായും അത് പരിശോധിക്കേണ്ടതുണ്ട്. എന്താണ് അതിൽ നടപ്പിലാക്കുന്നത് കൃത്യമായും അറിയേണ്ടതുണ്ട്. അവിടെ ഇന്ത്യയിൽ നിന്ന് തന്നെ ഈ സുംബയുമായി ബന്ധപ്പെട്ട് ആകെ അവർ അംഗീകരിക്കുന്ന പാട്ടുകൾ 1-2 ആണ്. ബാക്കിയുള്ള പാട്ടുകളൊക്കെ എവിടത്തെയാണ്? ലാറ്റിൻ അമേരിക്കൻ മ്യൂസിക്കുകളാണ്. ആ ലാറ്റിൻ അമേരിക്കൻ മ്യൂസിക്കിൽ തന്നെയാണ് ഈ സാമ്പയും സൽസയും കാബ്രയും ഒക്കെ ഉണ്ടാവണത്. അപ്പോൾ അന്നൊക്കെ ചോദിച്ചു, നിങ്ങൾക്ക് സുംബയും സാമ്പയും തിരിച്ചറിയായിട്ടാണ് എന്ന്. സുംബയും സാമ്പയും തിരിച്ചറിയാഞ്ഞിട്ടല്ല. സുംബയും സാമ്പയും സൽസയും എല്ലാം എവിടെ നിന്നാണ് വരുന്നത് നമുക്ക് നന്നായിട്ട് അറിയുന്നതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഇതൊരു സാംസ്കാരികമായ അടിത്തറയുള്ള പരിപാടിയാണ് എന്ന്. മാത്രമല്ല അങ്ങനെ ഒരു സാംസ്കാരികമായ അടിത്തറയുണ്ട് എന്ന് പറയുമ്പോൾ അത്തരം ഇടങ്ങൾ എങ്ങനെയാണ് ഇന്ന് മുന്നോട്ട് പോകുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ മുൻപ് നടപ്പിലാക്കിയ യൂറോപ്യൻ പരിസരങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. യൂറോപ്പിൽ ടോയ്ലറ്റുകളുടെ കാര്യത്തിൽ ഈ ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റ് മഹാരാജാസിൽ വലിയ വിപ്ലവമായി നടപ്പിലാക്കിയല്ലോ. യൂറോപ്പിലെ ചില സ്കൂളുകളിൽ ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റുകൾ നടപ്പിലാക്കിയപ്പോൾ അവിടെയുള്ള രക്ഷിതാക്കൾ അതുമായി ബന്ധപ്പെട്ട കൺസേണുകൾ മുന്നോട്ട് വെക്കുന്ന ഒരു വീഡിയോ നമുക്ക് കാണാം. Now, Scott Smith, the father of the high school girl whose rape was covered up, came on this show last year to tell us this heartbreaking story. My daughter was sexually assaulted at the end of school in May of last year, and എന്താണ് I went to the school. ആണും പെണ്ണും ഒരുപോലെ കയറുന്ന ടോയ്ലറ്റുകൾ ഉണ്ടാക്കിയാൽ സ്വാഭാവികമായും അവിടെ ആരൊക്കെ കയറുന്നവർക്ക് ജെൻഡർ ഓഡിറ്റിംഗ് നടത്താൻ പറ്റുമോ? പറ്റില്ല. മാത്രമല്ല ഇവരുടെ കൺസെപ്റ്റ് പ്രകാരം ജെൻഡർ ഫ്ലൂയിഡാണ്. ഒരാൾക്ക് ഇപ്പോൾ ആണാണെന്ന് തോന്നുന്നു, ഒരു അരമണിക്കൂർ കഴിഞ്ഞ് പെണ്ണാണെന്ന് തോന്നുന്നു, അത് അംഗീകരിക്കണമെന്നാണ് ഈ വാദം. അതുകൊണ്ടാണ് ജെൻഡർ സ്പെക്ട്രം എന്ന് പറയുന്നത്. ആദ്യം 2 ജെൻഡർ, അത് 8 ജെൻഡർ ആവുന്നു, 32 ജെൻഡർ ആവുന്നു, 72 ജെൻഡറുകളാവുന്നു, പിന്നീട് ജെൻഡർ ഫ്ലൂയിഡ് ആണെന്ന് പറയുന്നു. എന്തൊക്കെയാണ് അതിലെ ജെൻഡറുകൾ നമുക്ക് കാണാൻ സാധിക്കും. ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞപ്പോൾ, ജെൻഡർ സ്പെക്ട്രം എന്ന് പറഞ്ഞപ്പോൾ ഇത്തരം ആളുകൾ ആ ജെൻഡറിനുള്ളിലേക്ക് കൊണ്ടുവന്ന ജെൻഡറുകൾ എന്തൊക്കെയാണ്? ഒന്ന്, ട്രാൻസ് ഏജ്. എന്താണ് ട്രാൻസ് ഏജ് എന്ന് പറഞ്ഞാൽ? 30 വയസ്സ് 40 വയസ്സുമായ ആളുകൾ എനിക്ക് 5 വയസ്സുള്ളൂ എന്ന് പറഞ്ഞാൽ 5 വയസ്സുള്ള കുട്ടിയെ പോലെ പരിഗണിക്കണം. 5 വയസ്സുള്ള കുട്ടിയെ പോലെ പരിഗണിക്കണം. നല്ല തികഞ്ഞ ആരോഗ്യമുള്ള ഒരാൾ എനിക്ക് ഇന്ന് കണ്ണ് കാണുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ണ് കാണില്ല എന്ന് അംഗീകരിക്കണം. ഇത് ജെൻഡറുമായി ബന്ധപ്പെട്ട ജെൻഡർ സ്പെക്ട്രത്തിലൊരു വിഭാഗമാണ്. എന്താണോ നമ്മുടെ കുട്ടികൾ ഇന്ന് 9ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ പഠിക്കുന്നത് അതേ കാഴ്ചകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ട്രാൻസ് ഏജ് എന്ന് പറഞ്ഞ് ചെറിയ കുട്ടിയാണെന്ന് സ്വയം പറയുന്ന ആളുകൾ, ബ്ലൈൻഡ് ആണെന്ന് പറയുന്ന ആളുകൾ. ഇനിയോ അവിടെ നിന്നും കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ സ്വയം മൃഗങ്ങളാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ആളുകളുണ്ടായി.
ഇവരെ ഭാഷ പ്രകാരം ആർക്കും എങ്ങനെയും ഐഡൻറ്റിഫൈ ചെയ്യാം. സ്വാഭാവികമായിട്ടും പിന്നീടുണ്ടായത് ഞാൻ സ്വയം പട്ടിയാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടത്? അപ്പം മനുഷ്യനാണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുകയല്ലേ വേണ്ടത്. പട്ടിയാണെന്ന് അംഗീകരിക്കണം, അയാൾ ഡോഗാണ് എന്ന് അംഗീകരിക്കണം. അങ്ങനെ അംഗീകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇത് ഒറ്റപ്പെട്ട വാർത്തകളിൽ കേരളത്തിലെ ഇത്തരം വലിയ കാര്യങ്ങളൊക്കെ പുരോഗമനം എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്ന ഒരാൾ ചോദിച്ചത് കേരളത്തിൽ അതുണ്ടോ എന്നാണ് ചോദിച്ചത്. കേരളത്തിൽ അതുണ്ടോ എന്നുള്ളത് ഈ സ്പെക്ട്രത്തിൻ്റെ ഭാഗം തന്നെയാണ് അതെല്ലാം. അത് ഒരാളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. നിങ്ങൾക്ക് കാണാൻ സാധിക്കും യൂറോപ്പിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ, എത്ര എണ്ണം ആളുകളാണ് ഇത്തരത്തിൽ സ്വയം ഡോഗാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് തെരുവുകളിൽ ഇറങ്ങുന്നത്. ഈ കാണുന്ന ആളുകളെല്ലാം അത്തരത്തിൽ സ്വയം ഡോഗാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത ആളുകളാണ്. അത്തരം ആളുകളെയും യഥാർത്ഥത്തിൽ നമ്മൾ അംഗീകരിക്കണം എന്നുള്ളതാണ് ആ വാദം. ഓക്കെ, ഇതാണ് യഥാർത്ഥത്തിൽ ഇത് പൊതുനിരത്തിലേക്ക് വന്നാൽ സംഭവിക്കുക. ഈ കാഴ്ചകൾ യൂറോപ്പിൽ ഇന്ന് നിത്യകാഴ്ചകളാണ്. ഓരോ വർഷവും പ്രൈഡ് മാർച്ച് എന്ന പേരിൽ പൂർണ്ണ നഗ്നരായ ആളുകൾ തെരുവിലിറങ്ങി നടക്കുമ്പോൾ അത് കാണേണ്ട ഗതികളിലേക്ക് ഒരു സമൂഹം തള്ളിവിടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ സമൂഹത്തിൻ്റെ ജീർണതയിലേക്ക് ഇവിടെയുള്ള കേരള സമൂഹത്തെ കൊണ്ടെത്തിക്കാൻ സാധിക്കില്ല എന്ന ഈ ഒരു കുത്തൊഴുക്കിന് നടുവിലും വ്യക്തമായ പ്രതിരോധമാണ് നമ്മൾ തീർത്തത്. പക്ഷെ അവിടെയെല്ലാം മതത്തിൻ്റെ ചാപ്പകുത്തി, തീവ്രവാദത്തിൻ്റെ ചാപ്പകുത്തി, നിങ്ങൾക്കൊന്നും തിരിയാത്തവരാണെന്ന് ചാപ്പകുത്തുമ്പോൾ മനസ്സിലാക്കി വെക്കുക, ഇതെല്ലാം ഈ സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട് നമുക്കെല്ലാം ഇത് കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്ത രൂപത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന സമയം വരുമ്പോൾ എല്ലാവരും തിരിഞ്ഞു ചിന്തിക്കും. അപ്പോൾ നേരത്തെ ടി കെ അഷ്റഫ് സാഹിബ് പറഞ്ഞതുപോലെ അന്ന് ഇത് തിരുത്താൻ പറ്റാത്ത രൂപത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും. അങ്ങനെ പോകേണ്ട എന്നുണ്ടെങ്കിൽ ഇത് കൃത്യമായും നമ്മൾ ഇടപെട്ട് തിരുത്തേണ്ട കാര്യമാണ്. അങ്ങനെ തിരുത്തണമെന്ന് നമ്മൾ ആവശ്യപ്പെടുമ്പോൾ മറ്റ് ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഇതെങ്ങനെയാണ് കുട്ടികളെ ബാധിക്കുന്നത്? ഇവിടെ ചില ആളുകളൊക്കെ പറഞ്ഞു സ്ത്രീകളെ അടിച്ചമർത്തുന്ന ആളുകൾ കൊണ്ടുവന്ന വാദമാണ് എന്ന്. സഹോദരങ്ങളെ, ഇത്തരം കാര്യങ്ങളെ യൂറോപ്യൻ പരിസരങ്ങളിൽ നടപ്പിലാക്കിയതിന് ശേഷം ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ട് എന്ന് പറയുന്ന രാജ്യങ്ങളിൽ, ഹാപ്പിനെസ് ഇൻഡെക്സിലൊക്കെ ഏറ്റവും മുകളിലുള്ള രാജ്യങ്ങളിൽ കാണുന്ന കാഴ്ച എന്താണ്? നോർഡിക് പാരഡോക്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ ഗാർഹിക പീഡനം അനുഭവിക്കുന്നത് അത്തരം നാട്ടിലെ സ്ത്രീകളാണ്. ഫ്രാൻസിലെ ഇത്തരം ആളുകളൊക്കെ പറയുന്ന പുരോഗമന ഇടത്തിലെ 99% സ്ത്രീകളും 99% സ്ത്രീകളും ഏതെങ്കിലും ഒരു രൂപത്തിൽ സെക്ഷുവലായ ഹറാസ്മെൻറ്റുകൾ നേരിട്ടിട്ടുണ്ട് എന്ന് പഠനങ്ങൾ പറയുന്നു. അമേരിക്കയിലെ കുട്ടികളിൽ 40-50% കുട്ടികൾക്ക് ജെൻഡർ നോൺ കൺഫോമിറ്റി എന്ന് പറയുന്ന ഡിസ്ഫോറിയ എന്ന് പറയുന്ന സ്വന്തമായി ഞാൻ ആണാണോ പെണ്ണാണോ എന്ന് 15 വയസ്സായിട്ടും തീരുമാനിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കുട്ടികൾ തള്ളിയിടപ്പെടുന്നു. അതേ അവസ്ഥ കുട്ടികൾക്ക് ഉണ്ടാവുമ്പോൾ അവർ കനത്ത ഡിപ്രഷനിലേക്കും ആൻസൈറ്റിയിലേക്കും എല്ലാം പോകുന്നു എന്നുള്ള പഠനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇത്തരം ശാസ്ത്രീയമായ പഠനങ്ങളൊന്ന് പഠിച്ചു നോക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ ചോദിച്ചു, ഡാൻസിന് എന്താ പ്രശ്നം? നിങ്ങൾക്ക് എന്താ ഈ സുംബയോട് ഇത്ര വിരോധം? നിങ്ങൾക്ക് സുംബയും സാമ്പിയും മനസ്സിലാവാനിട്ടല്ലേ എന്നാണ് അവർ ചോദിച്ചത്. അവിടെ നമ്മൾ കൃത്യമായും ഇത്തരം കാര്യങ്ങളെ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. ഇനി ഇത് കേരള പരിസരത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പറഞ്ഞു ഇത്തരത്തിൽ മ്യൂസിക്കൽ ഡാൻസ് എല്ലാം നടപ്പിലാക്കി കുട്ടികളെ സ്ട്രെസ്സൊക്കെ റിലീഫ് ചെയ്യാന്നാണ് പറഞ്ഞത്. സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, കേരളത്തിലെ വിദ്യാർത്ഥികളുടെ സ്ട്രെസ്സുമായി ബന്ധപ്പെട്ട നമ്മുടെ വീട്ടിലെ കുട്ടികൾ നിങ്ങൾ നോക്കി. എന്താ നമ്മുടെ വീട്ടിലെ കുട്ടികളുടെ അവസ്ഥ? അവർ സ്കൂളിൽ പോയി പഠനവുമായി ബന്ധപ്പെട്ട ഭയങ്കര സ്ട്രെസ്സുകാരാണോ വീട്ടിൽ വരുന്നത്? അതാണോ അതല്ലെങ്കിൽ അപ്പുറത്ത് ആഘോഷത്വര മൂലം ഓരോ ദിവസവും സോഷ്യൽ മീഡിയയിൽ കാണുന്ന കണ്ടന്റുകളുടെ പിന്നാലെ ഓടി റീൽസുകൾ സ്ക്രോൾ ചെയ്ത് വ്യത്യസ്തമായ മാനസിക രോഗങ്ങൾക്ക് അഡിക്റ്റ് ആവുന്ന, അഡിക്ഷനുകൾ ബാധിക്കുന്ന മക്കളാണ് നമ്മുടെ മക്കൾ. എന്നാൽ ഇത്തരം ആളുകൾ പറയാണ് സ്ട്രെസ് റിലീഫിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് ഡാൻസ് കളിച്ചോളി എന്നുള്ളത്. ഏത് മക്കളോടാണ് നിങ്ങൾ പറയുന്നത്? കേരളത്തിലെ ഗവൺമെൻറ് സ്കൂളുകളിൽ നടത്തപ്പെട്ട DJ പാർട്ടികൾ നിങ്ങൾക്ക് പിന്നിൽ കാണാൻ സാധിക്കുന്നത്. ഗവൺമെൻറ് സ്കൂളുകളിലെ കുട്ടികൾ കളിക്കുന്ന DJ പാർട്ടികളാണ് ഈ കാണുന്നതൊക്കെ. ആൺപെൺ കൂടിക്കളലുണ്ടോ, അല്പവസ്ത്രമുണ്ടോ, ഇങ്ങനെയൊക്കെ നടത്തിയാൽ എന്താ പ്രശ്നം, നൈറ്റ് ലൈഫിൻ്റെ പ്രശ്നം എന്താണെന്നൊക്കെ ചോദിച്ച ആളുകളുണ്ടല്ലോ. കേരളത്തിൽ ആൻറ്റി ഡ്രഗ്സ് ക്യാമ്പയിൻ സംസ്ഥാന തലത്തിൽ മന്ത്രിമാരടക്കം ഉദ്ഘാടനം ചെയ്ത അതേ സ്കൂളുകളിൽ അതേ കുട്ടികൾ ഇത്തരം DJ പാർട്ടി നടത്തി കൃത്യമായും ഇത്തരത്തിൽ ആൺപെൺ സങ്കലനങ്ങളോട് കൂടി തുള്ളിച്ചാടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ചോദിക്കാം, നിങ്ങൾക്ക് അത് മാത്രമാണോ പ്രശ്നം? അല്ല, DJ പാർട്ടികൾ നടക്കുന്ന നിശാ പാർട്ടികളിൽ തന്നെയാണ് ലഹരി ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നത്. കേരളത്തിൻ്റെ കണക്കുകളിൽ പോലും ഏറ്റവും അടുത്ത കാലത്ത് ഇവിടെ റാപ്പർമാർ, വ്ളോഗർമാർ, DJ പാർട്ടികൾ എന്നെല്ലാം പറഞ്ഞ് വേടനും സ്ലാബ്ജിയും തൊപ്പിയും എല്ലാം വന്നപ്പോൾ കുറേ കുട്ടികളൊക്കെ അഡിക്റ്റുകളാണ്. ഇത്തരം വ്ളോഗുകൾ കണ്ടിങ്ങനെ കുട്ടികളിങ്ങനെ പോവുകയാണ് ഇത്തരം ആളുകളുടെ പിന്നാലെ. ഇവിടെ രക്ഷിതാക്കൾ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ മക്കളുടെ ഭാഷ എന്താണിന്ന്. യൂട്യൂബ് കാണുന്ന പച്ചത്തെറികൾ കുട്ടികൾ പഠിക്കുന്നുണ്ട്.
ഇത്തരം ആളുകളുടെ കാഴ്ചകൾ കണ്ട് അവർ തുള്ളിച്ചാടാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നിട്ടോ അത്തരം ലഹരിയുടെ ഇടങ്ങളിലേക്ക് അവർ ചെന്നെത്തുന്നുണ്ട്. കേരള സർക്കാർ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം കേരളത്തിലെ 1400ഓളം സർക്കാർ വിദ്യാലയങ്ങളുടെ ഏറ്റവും അടുത്ത പരിസരത്ത് തന്നെ സിന്തറ്റിക് ലഹരികൾ ലഭ്യമാണെന്ന് പറയുമ്പോൾ പിന്നെ എന്ത് കണക്കാണ് നമുക്ക് ആവശ്യമുള്ളത്? അവിടെ നിന്നോ? ഇല്ല. ഏറ്റവും അടുത്ത് നമ്മൾ കേട്ട വാർത്തകൾ നിങ്ങളൊന്ന് കേട്ടു നോക്കി. ഈ കഞ്ചാവ് അടിക്കുന്ന ആൾക്കാരും MDMA അടിക്കുന്ന ആൾക്കാരും അതിന്റെ ഭവിഷ്യത്തുകളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഭാവിയിൽ അവർക്ക് അതിൽ വരാൻ പോകുന്ന എന്തൊക്കെ പ്രശ്നങ്ങളാണെന്നുള്ള നല്ല ബോധം അവർക്കുണ്ടാവും. എന്നിട്ട് അവർ റിസ്ക് എടുത്ത് അതൊക്കെ അവർ ചെയ്യുകയാണെങ്കിൽ അതവർ ചെയ്തോട്ടെ. മറ്റൊരു ജീവൻ എടുത്ത വാർത്തയിലേക്കാണ് ഇവിടെ മകൻ ഒരു അമ്മയുടെ ജീവൻ എടുത്തു. ലഹരിയിൽ മകൻ അമ്മയെ കഴുത്തറുത്തു കൊന്നു. മദ്യം കിട്ടാത്തതിനാൽ കുന്നംകുളത്ത് ഓക്കെ, ഇതാണ് നമ്മൾ ഏറ്റവും അടുത്ത് കാണുന്ന വാർത്തകളൊക്കെ. ഇവർ പറയുന്ന പുരോഗമന ലോകം ഏതാ? നമ്മൾ ഈ കാണാത്ത വേറെ ഏത് പുരോഗമനത്തെ ഇവർ ജീവിക്കുന്നത്? ഓരോ ദിവസവും രാവിലെ പത്രവാർത്തകൾ തുറക്കുമ്പോൾ നമ്മുടെ മക്കൾ തന്നെ വ്യത്യസ്തമായ കെണികളിൽ അകപ്പെടുന്ന ഡ്രഗ്സുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർക്കാർ തന്നെ പുറത്തുവിടുന്ന കണക്കുകൾ അതിഭീകരമായ കണക്കുകളാണ് പുറത്തു വരുന്നത്. ഓരോ ദിവസവും നമുക്ക് കാണാൻ സാധിക്കുന്ന പുതിയ സിന്തറ്റിക് ലഹരികളുടെ കടന്നുവരവുകളാണ്. ഇവിടെ സർക്കാർ തന്നെ സ്ട്രെസ് റിലീഫിന് വേണ്ടിയിട്ട് ടെക്നോ പാർക്കിൽ ബെവ്കോ ഔട്ട്ലെറ്റുകൾ തുടങ്ങുന്നു. കേരള പാനീയം എന്ന പേരിൽ കേരളത്തിൽ മദ്യങ്ങൾ ഇറക്കുമതി ചെയ്യുന്നു. ഇളം കള്ളൊക്കെ കുട്ടികൾക്ക് ഒരു പോഷകാഹാരമായി കൊടുക്കണമെന്ന് പറയുന്നു. ഒരു മന്ത്രി പറഞ്ഞത് പുകവലിയൊക്കെ എന്തത്ര പ്രശ്നം, അതൊക്കെ എത്ര പ്രശ്നമാക്കേണ്ട കാര്യമുണ്ടോന്നാണ്. ഇത്തരം ആളുകൾ പറയുന്ന വാദഗതികളെല്ലാം ഇവിടെയുള്ളൊരു സാമൂഹിക പരിസരത്ത് പൊതുവിദ്യാലയത്തിൽ നമ്മുടെ മക്കളെല്ലാം പോകുന്ന വിദ്യാലയത്തിൽ ഇതുപോലെ അടിച്ചേൽപ്പിക്കുന്നു പറഞ്ഞാൽ അതൊക്കെ നമ്മൾ കയ്യും കെട്ടി നോക്കിയിരിക്കണം അവർ പറയുന്നത്. അത് നോക്കിയിരിക്കാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല, ഇത്തരം ആളുകൾ പറയുന്ന പുരോഗമന ഇടം ഇത്തരത്തിലുള്ള വാർത്തകൾ നിറഞ്ഞ, ഓരോ ദിവസവും സംഘർഷങ്ങൾ നിറഞ്ഞ ഈ ലോകമാണെങ്കിൽ അത്തരമൊരു പുരോഗമന ലോകത്തേക്ക് പോകേണ്ട എന്നുള്ളതാണ് നമ്മുടെ നിലപാട്. പോവണ്ട എന്നുള്ളതാണ്. അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ആളുകളോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുള്ളത്. അതെന്താണ്? ഇത്തരത്തിൽ നമ്മൾ മതമാണ് പ്രാകൃതമാക്കുന്നത്, മതമാണ് നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നത്, നിങ്ങളൊക്കെ 100 വർഷം മുൻപുള്ള ആളുകളാണെന്നൊക്കെ കേരളത്തിലെ മന്ത്രിമാർ തന്നെ പറയുമ്പോൾ 1-2 ചോദ്യങ്ങൾ ചോദിക്കുന്നു. മതമാണോ ഇവിടെ ലഹരി കോടിക്കണക്കിന് രൂപയ്ക്ക് വിറ്റഴിക്കാൻ കാരണമായത്? ഓരോ ദിവസവും ഇവിടെ കൃത്യമായ ആൻറ്റി ഡ്രഗ് പ്രവർത്തനങ്ങൾ നടത്തിപ്പോകുന്ന, കൃത്യമായ ധാർമ്മികമായ കൽപ്പനകളുള്ള മതവിശ്വാസികളാണോ യഥാർത്ഥത്തിൽ ഇത്തരം ലഹരികൾക്കൊക്കെ ആക്കം കൂട്ടുന്നത്? അതല്ല, ഇത്തരത്തിൽ ഇവിടെ കേരളത്തിലെ എയ്ഡ്സ് രോഗികളുടെ വർധനവൊക്കെ കൂടുമ്പോൾ ഇവിടെ കൃത്യമായും ഒരു ലൈംഗിക അരാജകത്വത്തിൻ്റെ ഒരു വർധനവ് വല്ലാതെ കൂടിയെന്ന് പറയുമ്പോൾ അതൊക്കെ ഇവിടെ മതത്തിൻ്റെ കാരണം കൊണ്ടാണ് ഉണ്ടാവുന്നത്? അല്ല, കുട്ടികളേക്ക് ഈ തെറി വിളിക്കുന്നതും അവരുടെ ഭാഷ മാറിയതും ഒക്കെ മതത്തിൻ്റെ വക്താക്കൾ ഇവിടെ പ്രഭാഷണം നടത്തുന്നതോടായിരിക്കും അല്ലേ? ഇവിടെ കമൻറ്റ് ബോക്സിൽ ചില ആളുകളൊക്കെ പറയാണ്, ഏതാണ് ഈ താടിക്കാരൻ, ഏതാണ് ഈ മതവാദി, ഏതാണ് ഈ ഭീകരവാദി? ഇത്തരം ആളുകളാണല്ലോ നമ്മുടെ മക്കളേക്ക് ഓരോ ദിവസവും ഇത്തരത്തിലുള്ള തികഞ്ഞ അരക്ഷിതാവസ്ഥയിലേക്ക് കൊണ്ടുവിടുന്നത് അല്ലേ? ഇനി ഏറ്റവും അവസാനം നമ്മുടെ മക്കൾ അനുഭവിക്കുന്ന മറ്റനേകം പ്രശ്നങ്ങളുടെയൊക്കെ കാരണം ഇനി മതമാണെന്ന് പറഞ്ഞ് കൂട്ടിക്കെട്ടി കഴിഞ്ഞാൽ ഇവിടെ ബാക്കിയുള്ളതൊക്കെ സേഫാണ്. എന്നിട്ട് ഇവിടെ പുരോഗമനത്തിൻ്റെ മേച്ചിൽപ്പുറങ്ങൾ ഇങ്ങനെ കയറി പോകണം. അവിടെ നമ്മൾ വ്യക്തമായി പറഞ്ഞു, സഹോദരങ്ങളെ, എൻ്റെ സംസാരം അവസാനിപ്പിക്കുമ്പോൾ ഓർമ്മപ്പെടുത്താനുള്ളത്, രക്ഷിതാക്കൾ എന്ന നിലക്ക്, അധ്യാപകർ എന്ന നിലക്ക് നമുക്ക് കൃത്യമായ റോളുകൾ ഇവിടെ ഉണ്ട്. ഇതിന് കൃത്യമായ സാംസ്കാരിക പിൻബലമുണ്ട്. നമ്മൾ എത്ര കാലമായി ഇത് തുടർന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടോ അത് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന് മാത്രമല്ല, ഇത്തരം വിഷയങ്ങൾ ഓരോ വഴിയിലൂടെ കടന്നു വരുമ്പോൾ നമ്മൾ തികഞ്ഞ ജാഗ്രതയുള്ളവരായിരിക്കണം. ഇവിടെ ഒരു പൊതുസമൂഹമുണ്ട്. എന്ത് കാര്യങ്ങൾ വന്നാലും അതൊക്കെ എന്തിനങ്ങനെ എതിർക്കണത്, നമ്മളെന്തിനാ അനാവശ്യമായി വിവാദത്തേക്ക് പോണത്, അത് കുട്ടികളെ കാര്യമില്ല എന്നൊക്കെ പറയുന്ന ഒരു വിഭാഗം നിഷ്കളങ്കരായ ആളുകളുണ്ട്. അത്തരം നിഷ്കളങ്കരായ ആളുകളിൽ, നിസ്സംഗരായ ആളുകളിൽ നമ്മൾ ഒരിക്കലും പെടാതിരിക്കുക. ഇത്തരം സാംസ്കാരിക അടിത്തറകൾ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള കുടുംബ സംവിധാനം തകരും. ഇവിടെ നമ്മൾ പറയുന്ന ദാമ്പത്യ ജീവിതം തകരും. ഇവിടെ നമ്മൾ സ്വസ്ഥമായി മുന്നോട്ട് പോകുന്ന സകല ധാർമ്മിക പരിസരങ്ങളെയും അത് തച്ചറിയും. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്ക് മുൻപിൽ കൃത്യമായ അണക്കെട്ട് തീർക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ വ്യത്യസ്തമായ ചർച്ചകൾ വരുമ്പോൾ, വ്യത്യസ്തമായ ചാപ്പയടികൾ വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിധത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും അതിൽ നിന്നൊന്നും ഉണ്ടാവേണ്ടതില്ല. നമുക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ, ധാർമ്മികമായ മൂല്യങ്ങൾ നമ്മുടെ മുമ്പിൽ അടിത്തറയായി ഉണ്ട്. അത് മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അള്ളാഹു അത്തരത്തിൽ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോകുവാനും, ഇത്തരം കാര്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ അതിനെ കൃത്യമായും സത്യത്തെയും അസത്യത്തെയും, ധർമ്മത്തെയും അധർമ്മത്തെയും കൃത്യമായി വേർതിരിച്ച് കണ്ട് ധർമ്മത്തിൻ്റെയും സത്യത്തിൻ്റെയും കൂടെ നിലനിൽക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.